സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഗജാനനപദ്മാർകം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സജ്ജനങ്ങൾക്ക് ഏവർക്കും എൻ്റെ പ്രണാമങ്ങൾ. ശ്രീ മള്ളിയൂർ മഹാമനിഷിയുടെ മനസ്സാകുന്ന പൂങ്കാവനത്തിൽ പൂത്ത സാധനാ കേന്ദ്രമാണ് നമ്മുടെ ഈ ഗണപതി വൈഷ്ണവ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രാങ്കണത്തിൽ പരമഹംസ പദവിയിലേക്ക് പറന്നുയർന്ന ശ്രീ മള്ളിയൂർ മുത്തശ്ശൻ്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. നമുക്കറിയാം, ഭാഗവതം പറയും, നിഗമകൽപ്പതരോർ ഗളിതമലം ശുഗമുഖാദമൃതദ്രവ സംയുതം എന്നാണ് പറയുക. സാക്ഷാൽ ശ്രീ ശുഗബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന് നിർഗളിച്ച ഫലമത്രേ ഭാഗവതം എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ഫലത്തിൻ്റെ രുചി നമുക്ക് കൂടി പകർന്നു തന്ന് നമ്മളെയും അതിൽ കണ്ണികളാക്കി അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയുണ്ടല്ലോ. ചിന്താമണി രത്നത്തോട് ഭാഗവതം ഗുരുവിനെ ഉപമിക്കാറുണ്ട്. ഒരു പക്ഷേ ചിന്താമണിയേക്കാൾ ഒരു പടി കൂടുതലാണ് നമ്മളുടെ ഗുരുനാഥന്മാരുടെ പദവി എന്നുള്ളതാണ്. ചിന്താമണിക്ക് എന്താ സാധിക്കുക? ചിന്താമണി കൊണ്ട് തൊടുന്ന ലോഹങ്ങളെല്ലാം സ്വർണമാവും അത്രേ, അല്ലേ? അത്തരത്തിലുള്ള സവിശേഷതയാർന്ന ചിന്താമണിക്ക് പോലും ഒരു പരിധിയുണ്ട് എന്ന് പറയുന്നു. എന്താണ് ചിന്താമണിയുടെ പരിധി? ചിന്താമണിക്ക് ഇനിയൊരു ചിന്താമണിയെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. പക്ഷെ ഗുരുനാഥനാകുന്ന ചിന്താമണിക്ക് തന്നെ ആശ്രയിച്ചു വരുന്ന സജ്ജനങ്ങളെയെല്ലാം തന്നെ, ശിഷ്യഗണങ്ങളെയെല്ലാം തന്നെ തന്നോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരത്തിലോ എത്തിക്കുവാനുള്ള ശക്തിയുണ്ട്. ആ അനുഗ്രഹം പരമ്പരയായിട്ടിങ്ങനെ തുടരുന്നതിൻ്റെ, ആ ഭാഗവതാമൃതത്തിൻ്റെ ലഹരി നുണയുവാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ആ ഗുരുനാഥൻ്റെ അടുക്കൽ വർഷാവർഷം സമ്മേളിക്കുന്ന ഒരു നവീനമായിട്ടുള്ള ഒരു അനുഭവമാണ്. രുചിരം നവം നവം എന്ന് പറയണ പോലെ ഈ കഥകളൊക്കെ എത്ര തന്നെ കഥിച്ചാലും കേട്ടാലും പിന്നെയും അതിൽ നിന്ന് വീണ്ടും വീണ്ടും പുതിയ ആശയങ്ങളെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ലഹരിയുടെ, ഭക്തിയുടെ ഒക്കെ ആനന്ദത്തിൻ്റെ ഭക്തി ഭഗവാൻ ഭാഗവതം മള്ളിയൂരിലേക്ക് എന്നുള്ളൊരു പോസ്റ്റർ കണ്ടു. ഇതൊരു സമവാക്യമാണ്. നമ്മുടെ ഋഷി പരമ്പര രൂപീകരിച്ചെടുത്ത ഈ സമവാക്യത്തിലൂടെ നമുക്കും അതിനെ, ആ ഭക്തിയുടെ ഈ ഇക്വേഷനെ നമുക്കും ഡിറൈവ് ചെയ്തെടുക്കാനേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാഗവതം എന്ന് പറയുന്നത് 12 സ്കന്ധങ്ങളിൽ 18,000 ശ്ലോകത്തിൽ വ്യാപരിച്ചു കിടക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ തന്നെ
വാങ്മയ സ്വരൂപമാണ് എന്ന് നമുക്കറിയാം. നമ്മളുടെ ഒരു ജീവിതം കൊണ്ട് ഒരു പക്ഷേ ഇതിലുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് വിചാരിച്ചെടുക്കാൻ, വിചിന്തനം ചെയ്യാൻ ഒരു പക്ഷേ സാധിക്കില്ല. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റിയ ചില ഭാഗങ്ങളുണ്ട് ഭാഗവതത്തിൽ. ഭാഗവതം പറയും നമുക്ക് നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് സ്വീകരിച്ചെടുക്കാം എന്നുള്ളതാണ്. നോക്കൂ, സ്കന്ദപുരാണത്തിൽ ഒരു പരാമർശമുണ്ട്. ശ്രീ ശുകബ്രഹ്മർഷി അമ്മയുടെ ഗർഭത്തിലിരിക്കെ പുറത്തു വന്നില്ല. 1 വർഷമായി, 10 മാസമായി, 12 വർഷമായി പുറത്തു വരാൻ അദ്ദേഹത്തിന് തോന്നിയില്ല അത്രേ. അപ്പം അമ്മയ്ക്ക് നല്ലോണം പരവശം തുടങ്ങി, പുറത്തു വരുന്നില്ല. അപ്പോൾ വ്യാസനോട് സങ്കടമുണർത്തിച്ചു. വേദവ്യാസ മഹർഷി പറഞ്ഞു ശ്രീശുകനോട്, നീ അമ്മയുടെ ഗർഭത്തിൽ നിന്നും ഉടനെ പുറത്തു വരണം. അമ്മയ്ക്ക് ഏറെ വൈഷമ്യമുണ്ട്, അത് താങ്ങാനുള്ള ശക്തി അമ്മയ്ക്ക് ഇല്ല, നീ പുറത്തു വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു അത്രേ, ഞാൻ വരില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാന്റെ മായ വളരെ പ്രബലമാണ്, അതെന്നെ ലൗകിക വിഷയങ്ങളിൽ പിടിച്ചു ബന്ധിച്ചു കളയും, ഞാൻ ഒരിക്കലും പുറത്തു വരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേദവ്യാസ മഹർഷി പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ശ്രീ ശുകബ്രഹ്മർഷി ആദിയായവരിങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ അമ്മയുടെ ഗർഭത്തിൽ ഋഷി തുല്യരായിരിക്കും. കാരണം നമുക്ക് പൂർവ്വജന്മ സ്മൃതി ഉണ്ടാവും, അവിടെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ആ ശ്രീനാരായണ ഗുരു പിണ്ടനന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയുണ്ട് അദ്ദേഹത്തിന്. ആ കൃതിയിൽ, പിണ്ടനന്ദി എന്ന് പറയുന്ന ആ കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഗർഭത്തെ, അമ്മയുടെ ഗർഭത്തെ ഒരു കരുവായിട്ട്, ഒരു തടവറയായിട്ടൊക്കെയാണ് പറയുന്നത്. ഈ തടവറയിൽ ഞാൻ കഴിഞ്ഞിരുന്ന കാലം എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഞാൻ തീയിൽ വീണ് മരിക്കും അയ്യോ എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ഒരു കൃതിയാണ്. 10 പദ്യഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കൃതിയാണ്. അതിൽ പറയണു, ഒരു 4-5 മാസമാകുമ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ഡെവലപ്പായിട്ട് തുടങ്ങും. ആ സമയത്ത് കുഞ്ഞ് സെൻസ് ചെയ്ത് തുടങ്ങും. ഇത് മോഡേൺ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. സ്കാനിങ് വഴിയൊക്കെ കുട്ടിക്ക് സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി 5-ാം മാസം മുതൽ ഉണ്ടായി തുടങ്ങും എന്നുള്ളത്. എത്രയോ കാലം മുമ്പൊക്കെ തന്നെ നമ്മുടെ ഋഷി പരമ്പര അതൊക്കെ മനസ്സിലാക്കി സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു പിണ്ടമായിരിക്കെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ അനുഭവിച്ച വ്യഥകൾ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നെ രക്ഷിക്കാൻ, ശുചിത്വം ഇല്ലായ്മയുടെ ഒരു അന്തരീക്ഷം, കരു എന്നൊക്കെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗർഭത്തെ വിശേഷിപ്പിക്കുന്നത്. ആ തടവറയിൽ ഇരുന്നു കൊണ്ട് ഞാൻ അനുഭവിച്ച വ്യഥ ഭഗവാനെ ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് സാധിക്കുന്നില്ല. അവിടെ ബന്ധുബലമോ ബാഹുബലമോ ഒന്നും തന്നെയില്ല. എനിക്ക് ആശ്രയിക്കാനായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഒരു മഹാശക്തി തന്നെയുള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ പരമമായി ഭഗവാനെ ആശ്രയിക്കുന്നൊരു സമയമാണ് ഗർഭത്തിലിരിക്കുമ്പോൾ, ഒരു പിണ്ടമായിരിക്കുമ്പോൾ, ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, ഒരു ഭ്രൂണമായിരിക്കുമ്പോൾ, ആ ശിശു എന്ന് പറയുന്ന ഒരു ഭാവത്തിലിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഋഷി തുല്യം തന്നെ. അപ്പോൾ പൂർവ്വജന്മ സ്മൃതി ഉണ്ടായിരുന്നു. അപ്പോൾ പറയുകയാണ്, ഇനി ഒരിക്കലും ഞാൻ ഈ ലൗകിക ജീവിതത്തിലെ വിഷയങ്ങളിലേക്ക്, ഈ ഉപഭോഗ സംസ്കാരത്തിലേക്ക് ഞാൻ വരില്ല. ഈ ജനനമരണ ചക്രങ്ങളെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കും. എനിക്കിനി വേണ്ടത് ഭഗവാന്റെ പാതാരവിന്ദത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് മോക്ഷമാണ്, മുക്തിയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ ഗർഭത്തിലിരുന്ന് തീരുമാനിക്കും നമ്മൾ. പക്ഷേ പുറത്തു വരുമ്പോഴോ? പക്ഷേ നമ്മളുടെ മഹാമനീഷികളായ മളിയൂർ മുത്തശ്ശനെ പോലെയുള്ളവർ, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർ, ശങ്കരാചാര്യരെ പോലെയുള്ളവർ, വിവേകാനന്ദനെ പോലെയുള്ളവരൊക്കെ ആ ആർഷഭാവത്തെ വീണ്ടും ജനനം ചെയ്തപ്പോഴും, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴും അവർ ആ ഭാവത്തിൽ തന്നെ നിലനിന്നു എന്നുള്ളതാണ്. അവരെ മായ ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. നോക്കൂ, ആ കൃതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയേ, കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാനക്കാലം നനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. ശംഭോ എന്ന് ഭഗവാനെയാണ് സംബോധന ചെയ്യുന്നത്. ശം കരോതി ഇത് ശംഭു, മംഗളകരമായിട്ടുള്ള ആ മൂർത്തി ഭഗവാനെ ഞാൻ ആ കരുവിലിരുന്ന് കാലം കഴിച്ചതിൻ്റെ വിഷമം എത്ര തന്നെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല, എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കാലന് പോലും പിടികിട്ടാത്ത തരത്തിൽ എന്നെ പരിരക്ഷിച്ച മഹാശക്തി, അവിടുന്ന് ഇതാ ഞാൻ
ഭുജാതനായപ്പോൾ തൊട്ട് എൻ്റെ കൃതജ്ഞത ഇതാ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സമർപ്പണവും ആ കൃതിയിൽ ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും നിശ്ചയമായും വായിച്ചിരിക്കേണ്ട ഒരു പദ്യഭാഗങ്ങളാണ്, 10 പദ്യഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള കൃതിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു സാരാംശം അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ ശുകദേവനെ ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് തന്നെയാണ്. ശുകബ്രഹ്മർഷി പറഞ്ഞു, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വരില്ല എന്ന് പറഞ്ഞു. അപ്പം വേദവ്യാസ മഹർഷി പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ നിനക്കൊരു അനുഗ്രഹം തരാം. നിന്നെ ഭഗവാന്റെ ഈ വൈഭവമായിട്ടുള്ള മായ ബാധിക്കില്ല, ഞാനിതാ നിന്നെ അനുഗ്രഹിച്ചിരിക്കണു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സമാധാനമായി. ആ കുഞ്ഞ് പുറത്തു വന്നപ്പോൾ മുതിർന്നു. അങ്ങനെ തന്നെ എന്തു പറയാം, തപശക്തി, അനുഗ്രഹശക്തി എന്നൊക്കെ പറയുന്നത് പോലെ തിരിഞ്ഞു നോക്കാതെ, മാതാപിതാക്കളെ പോലും തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ്. ഇവിടെ വിളിക്കുന്നുണ്ട്, വേദവ്യാസൻ വിളിക്കുന്നുണ്ട്, ഹാ പുത്ര ആജുഹാവ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ തിരിഞ്ഞു നോക്കാതെ നടന്നു എന്നുള്ളതാണ്. അനുപേതം അപേത കൃത്യം എന്ന് പറയുന്നുണ്ട്. അവിടെ ഈ ഉപനയനാദി കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഈ പൂണൂൽ ചടങ്ങുകളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഷോഡശ സംസ്കാരത്തിൽ ഉടനീളം വരുന്നിട്ടുള്ള ആ വളരെ പ്രധാനപ്പെട്ട പൂണൂൽ ചടങ്ങ് ചെയ്തിട്ടില്ല. ആ കുട്ടി പോകുന്നു, എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നമ്മളൊക്കെ നമ്മളെ ശുദ്ധീകരിക്കാൻ, നമ്മളെ വിമലീകരിക്കുവാനുള്ള കുറേ സമ്പ്രദായങ്ങളാണ്, കുറേ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. പക്ഷേ സ്വയം ശുദ്ധനായ ഒരാളെ നമ്മൾ എന്തിനാണ് ശുദ്ധീകരിക്കേണ്ട ആവശ്യം? ശുദ്ധീകരിക്കുന്നത് എന്തിനാണ്? വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ശുദ്ധീകരിക്കുന്നത്. അങ്ങനെ ഒരു വിമലീകരണത്തിൻ്റെ ആവശ്യമില്ല. നിത്യശുദ്ധൻ തന്നെ. ഒരു ഉപനിഷത്തിൽ, പ്രശ്നോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തിൽ ഭഗവാൻ ഒരു ശബ്ദം പറയും, ഭഗവാൻ ഒരു അർത്ഥം പറയും അത്രേ, വ്രാത്യ എന്നുള്ള ശബ്ദം പറയും അത്രേ. ഈ വ്രാത്യ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം അവിശുദ്ധൻ എന്നാണ്. ഭഗവാന് പറയുന്ന ശബ്ദമാണ്, അർത്ഥമാണ് വ്രാത്യ. അപ്പം അവിശുദ്ധൻ എന്നുള്ളത് ഭഗവാനെ വിളിക്കുന്നത് ശുദ്ധിയില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല. ഇപ്പം നമ്മൾ പറയാറുണ്ട് ഓം നിർഗുണായേ നമഃ എന്ന് പറയാറുണ്ട്. അതായത് ഒരു ഗുണമില്ല എന്നല്ലല്ലോ അർത്ഥം. ഗുണത്തിന് അതീതമായിട്ടുള്ള അവസ്ഥയെ നമ്മൾ കാണിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു ശബ്ദമാണത്. അതുപോലെ അവിശുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രാത്യ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം ശുദ്ധിയില്ലാത്തവൻ എന്നല്ല, നിത്യശുദ്ധൻ എന്നാണ് അർത്ഥം. ഭഗവാൻ ഈ ശുദ്ധാശുദ്ധികളുടെയും ഈ മാനാപമാനങ്ങളുടെയും എല്ലാത്തിനെയും അതിക്രമിച്ച് വാഴുന്നൊരു ശക്തിയാണ് എന്ന് കാണിക്കാൻ. അത് തന്നെയാണ് ശ്രീശുഖബ്രഹ്മർഷി തിരിഞ്ഞു നോക്കാതെ ഈ ഭാഗവതത്തിൻ്റെ ഫലം, വേദവ്യാസ മഹർഷിയാണ് രചിച്ചതെങ്കിൽ പോലും ഭാഗവതത്തിൻ്റെ ഫലമായി മാറിയിട്ടുള്ള ബ്രഹ്മർഷി ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ വിളിക്കണു, ഹാ പുത്ര മകനെ നിൽക്കൂ എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്തൊരു അത്ഭുതം, വിളി കേട്ടത് മുഴുവൻ ഈ സസ്യലതാദികളായിരുന്നു, ഈ പക്ഷി മൃഗാദികളായിരുന്നു വിളി കേട്ടത്. ശ്രീശുഖബ്രഹ്മർഷി സർവവുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, സർവഭൂതങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് വിളി കേട്ടു, സസ്യങ്ങൾ വിളി കേട്ടു മകനെ എന്ന് വിളിക്കുമ്പോൾ. നോക്കൂ, എന്തൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. അനുഗ്രഹം വെറുതെ ആയില്ല, അനുഗ്രഹം കൃത്യമായിട്ട് മാറി. അങ്ങനെയുള്ള ശ്രീശുഖബ്രഹ്മർഷിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വേണം നമുക്ക് ഓരോ വിഷയവും ഭാഗവതത്തിലെ അനുസന്ധാനം ചെയ്യുവാൻ വേണ്ടിയിട്ട്. ആ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിത്തു മുഖേന, ഇവിടെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന വിതുര മൈത്രേയന്മാർ മുഖേന ആ ഒരു പരമ്പര, ഈ ഭക്തിയുടെ ലഹരിയെ നമുക്കും ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ഉദ്ധവര്, ജ്ഞാനിയുടെ പരമകാഷ്ഠയിലെത്തിയിട്ടുള്ള ഉദ്ധവര് ഒരിക്കൽ ഭഗവാൻ തന്നിട്ടുള്ള ജ്ഞാനത്തെ വിതരണം ചെയ്തുകൊണ്ട് നടക്കവേ ഭക്തോത്തമന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള വിതുരനെ കാണാൻ ഇടയായി എന്ന് പറയാം. അപ്പോൾ വിതുരൻ ഇങ്ങനെ ഒരാളെ ജ്ഞാനസമ്പാദനത്തിന് വേണ്ടി ഭക്തിയെ ജനഹൃദയങ്ങളിലേക്ക്, സാമാന്യ ജനങ്ങളിലേക്ക് ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. തക്ക സമയത്താണ് ആരെ കണ്ടുമുട്ടിയത്? ഉദ്ധവരെ കണ്ടുമുട്ടിയത്. ഉദ്ധവരോട് ചോദിക്കുകയാണ്, ഭഗവാനെ കുറിച്ച് ചോദിക്കുകയാണ്. ഭഗവാന്റെ തിരോധാനം ഒന്നും അറിഞ്ഞിട്ടുള്ള അവസ്ഥയിലല്ല, ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. വളരെ വിഷമായി, കാരണം ഭഗവാൻ ഇല്ലല്ലോ എന്നുള്ള വിഷമാണ്. പിന്നീടാണ് അതിനെ റിയലൈസ് ചെയ്യുന്നത്, അനുഭവത്തിൽ ആക്കുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളെ വിട്ട് ഇവിടുന്ന് പോകുന്ന ഒരാളൊന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള ആത്മവസ്തു തന്നെയാണെന്നുള്ള തിരിച്ചറിവ്. ഇനിയും ഞാൻ ആ പക്വതയിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു, ആ ജ്ഞാനലബ്ധിയിലേക്ക് ഞാൻ ഇനിയും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വിതുരരോട് ഉദ്ധവർ പറയാണ്, ഹരിദ്വാറിൽ ഗംഗാതീരത്ത് മൈത്രേയ മഹർഷി ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ പോയി പൂർണ്ണ ശരണാഗതി പ്രാപിക്കുക, നിനക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം മൈത്രേയ മഹർഷി അവിടെ നിന്ന് തരും. ഇത് ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ ആജ്ഞയാണ് എന്ന് പറഞ്ഞപ്പോൾ വിതുരന് താൻ അനുഭവിച്ച സന്തോഷത്തെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധത്തിലായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ എവിടേക്ക് ചെന്നു?
ഗംഗാതടത്തിലേക്ക് തന്നു. നോക്കൂ, നമ്മളുടെ ഈ പുരാണ കഥകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ജ്ഞാനികൾക്കൊക്കെ ഏറെ ആകർഷണപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഗംഗാതടമായിരിക്കും. ഒരു ഗംഗാതീരത്താണ് തൻ്റെ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ, ചർച്ചകൾ, ഈ ജ്ഞാനലബ്ധിക്കായിക്കൊണ്ടുള്ള അവരുടെ പ്രയാണങ്ങളൊക്കെ ഗംഗാതടത്തിൽ വെച്ചിട്ടായിരിക്കും. ഗംഗ ജ്ഞാനസ്വരൂപിണിയാണ് എന്നാണ് പറയുക. ഭഗവാൻ തൻ്റെ ഉത്തമാംഗത്തിൽ ഗംഗയെ ധരിച്ചു, അല്ലേ? പരമശിവൻ തൻ്റെ ശിരസിൽ ഗംഗാദേവിയെ ധരിച്ചിട്ടുണ്ട്. ചില ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രദക്ഷിണം നമ്മൾ ചെയ്യാറില്ല, അല്ലേ? ആ ഓവ് വരെ എത്തി അപ്രദക്ഷിണമായിട്ട് വരാറുണ്ട്. എന്തുകൊണ്ടാ? ഗംഗ പ്രവഹിക്കുകയാണ്. അനർഘനിർഗളമായിട്ടുള്ള ഗംഗയുടെ പ്രവാഹത്തെ നമ്മൾ, ജ്ഞാനമാണ് പ്രവഹിക്കുന്നത്, ജ്ഞാനത്തെ നമ്മൾ ഒരിക്കലും മുറിക്കാറില്ല. അതിനു മുമ്പിൽ വിനയാന്വിതരാകാറേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ജ്ഞാനമൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്ന ഗണപതി. ആ ഗണപതി ആരെയാണ് നമുക്ക് വിതരണം ചെയ്യുന്നത്? ഭഗവാനെ തന്നെ. ഭാഗവതാണ് മടിയിലിരിക്കുന്നത്. ഭഗവാനും ഭക്തനും ഭാഗവതവും ഒന്നാണ്. ആ ഭാഗവതാമൃതത്തെ, ആ ജ്ഞാനത്തെ വിതരണം ചെയ്യുന്നത് സാക്ഷാൽ ആരാണ്? ഗണപതിയാണ്. ഗണപതിയിൽ നിന്ന് എന്ത് പഠിക്കണം? ഇതൊന്ന് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പറയാറുണ്ട് ഭഗവാൻ ഒരു ആനയുടെ മുഖത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, അല്ലേ? ആനയുടെ പ്രത്യേകത എന്താ? അത് ചിന്തിക്കാം നമുക്ക് ആദ്യം. ശ്രീനാരായണ ഗുരു തന്നെ ഭദ്രകാളി അഷ്ടകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതിയുണ്ട്. അതിൽ മാതങ്കി മഹിഷാസുരപ്രമദിനി എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. ദേവിക്കൊരു പേരുണ്ടത്രേ, മാതങ്കി. എന്താ അർത്ഥം? ആനയുടെ ചെവിയുള്ളവളെ എന്നാണ് അത് വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പം ഇങ്ങനെയൊക്കെ വിളിക്കുമോ? ആനയുടെ ചെവി, നമ്മൾ താമരക്കണ്ണൻ എന്നൊക്കെ പറയണ പോലെ ആ കണ്ണൊക്കെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി കാണാനായിട്ട്? അതിനൊക്കെ അതൊക്കെ ഒരു സിംബോളിഫിക്കേഷനാണ്. അതിനൊക്കെ അർത്ഥതലങ്ങൾ വേറെയാണ്. നമ്മൾ ഈ പറഞ്ഞ ഉപരിപ്ലവമായിട്ടുള്ള ആശയങ്ങളായിരിക്കില്ല. അർത്ഥഗർഭങ്ങളായിട്ടുള്ള താത്വികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മാതങ്കി എന്ന ദേവിയെ വിളിച്ചു, ആന ചെവിയുള്ളവളെ എന്ന് വിളിച്ചു. അപ്പം ആനയ്ക്ക് ഇത്രയും വലിയ ചെവി, അതിൻ്റെ ശരീരം വലുതാണല്ലോ. അപ്പോൾ അതിന് വിശറി പോലെ തൻ്റെ ശരീരം ചൂട് പിടിക്കുമ്പോൾ വീശാനായിരിക്കുന്നു മാത്രമാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് ഒരു ആനപ്പാപ്പാനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുക, ഇതൊന്നുമല്ല, ആന ഇങ്ങനെ സകലതും ആസ്വദിക്കുന്നതും സകല അറിവുകളും സമ്പാദിക്കുന്നതും ഏതിലൂടെയാണ്? ഇൻഫർമേഷൻ, ഡാറ്റ കളക്ഷനാണ്. ഈ ചെവി എന്ന് പറയുന്നത് ഇത്രയും വലിയ ചെവിയിലൂടെയോ നമ്മൾ വിചാരിക്കും. ആ അറിവിൻ്റെ പൂർത്തീകരണമാണ് കുടവയർ എന്ന് പറയുന്നത്. അറിവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് കുടവയർ. സാധാരണ അവിടെ നാട്ടിൻപുറത്തൊക്കെ പറയാറുണ്ട്, ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, നിറയെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ ഗണപതി എന്ന് പറയും. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളെ ഗണപതി എന്ന് പറയാറുണ്ട്, തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷേ ആ കുടവയറിനെ ഉദ്ദേശിച്ചിട്ടാണ്. അത് അറിവിൻ്റെ നിറവാണ് എന്നുള്ളതാണ്. ഏത് കാര്യവും റിസീവ് ചെയ്യും. നമ്മൾ വിചാരിച്ചു നമ്മുടെ ഭാഷയൊന്നും ആനയ്ക്ക് മനസ്സിലാവില്ല ഒരു പക്ഷേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കാം. പക്ഷേ ആന ചെവിയുടെ ആട്ടം നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ ആക്ഷൻ എടുക്കാൻ റെഡിയായി എന്ന് മനസ്സിലാക്കി അവിടുന്ന് മാറിക്കൊള്ളണം എന്നുള്ളതാണ്. ഒരാൾ പുറകിൽ നിന്ന് പറയുണ്ടായിരുന്നു, ആനയുടെ വാലുകൊണ്ട് എനിക്കൊരു മോതിരം വേണം എന്ന്. ആനയുടെ അടുത്തു നിന്ന് പറയുണ്ടായിരുന്നു. അതതിനെ റിസീവ് ചെയ്തു, അതിൻ്റെ ഭാഷയിൽ അതിന് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ ഒരു പക്ഷേ ചെവി അനക്കം നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോന്നോളണം എന്ന് പറയാം. ഇതൊക്കെ ആ ആനപ്പാപ്പനിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവാണ് കേട്ടോ. അപ്പോൾ എന്താണ് അർത്ഥം? വലിയ ചെവി, മുറം പോലുള്ള ചെവി, അറിവ് ശേഖരിക്കുന്നത്, ആവശ്യമായ അറിവ് ശേഖരിക്കുന്നതിനുള്ള ചെവി. ഇനി സൂക്ഷ്മമായ കണ്ണുകൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ജീവിക്ക് നമുക്കടക്കം അത്യാവശ്യം വലുപ്പമുള്ള കണ്ണുകളുണ്ട്, അല്ലേ? ഇതിന് ചെറിയ കണ്ണുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്താ കാരണം? സൂക്ഷ്മമായി അവലോകനം ചെയ്യാൻ തന്നെ, സൂക്ഷ്മ നിരീക്ഷണത്തിന് തന്നെ. നമ്മൾ വിചാരിക്കും ആന നമ്മളെ കാണുന്നതേ ഇല്ല എന്ന്. നമ്മളെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ടാവും. ആ നിരീക്ഷണ പാടവമാണ് ആ കണ്ണ് എന്ന് പറയുന്ന പ്രതീകമായിട്ട് അവിടെ നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പം കണ്ണുകൊണ്ടത് കാണേണ്ടതിനെ കാണുകയും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതിനെ ശ്രദ്ധിക്കുകയും അതിൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി തുമ്പിക്കൈയുടെ പ്രത്യേകത എന്താ നോക്കൂ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. എന്തിൻ്റെങ്കിലും കുറേ സാധനങ്ങൾ ഇവിടെ പെറുക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു സൂചി ഉണ്ടെങ്കിൽ പോലും അതിനെ വേർതിരിച്ചെടുക്കാൻ ആനയുടെ തുമ്പിക്കൈക്ക് ശക്തിയുണ്ട്. അത്രയും ആ ഘ്രാണശക്തി അതിൻ്റെ തുമ്പിക്കൈക്കുണ്ട്. ആ വേർതിരിക്കാൻ, സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാം വേർതിരിച്ചറിയാനുള്ള വിവേകശക്തിയെയാണ് അത് പ്രതീകം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് സൂക്ഷ്മമായി എല്ലാം നിരീക്ഷിക്കാനുള്ള കണ്ണും എല്ലാ വിവരങ്ങളും സംഭരിക്കാൻ ശേഷിയുള്ള ചെവിയും അതുവഴി പൂർത്തീകരിക്കുന്ന ഉദരവും, ഈ ക്വാളിറ്റികളൊക്കെ ഒരു മനുഷ്യനാണ് ഉണ്ടായിരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല, അഹങ്കാരിയായിട്ട് മാറിയിട്ടുണ്ടാവും, അല്ലേ? പാണ്ഡിത്യ ഗർവ്, എന്നോളം ഇതൊന്നും ആർക്കും അറിയില്ല എന്നുള്ള ധാരണ മനുഷ്യനെ ഗർവിഷ്ഠനാക്കി മാറ്റിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ അപ്പോഴും ഒരു സാധാരണ സാമാന്യ ജനങ്ങൾക്കിടയിൽ നമ്മൾ പറയാറില്ലേ, നാട്ടിൻ പുറത്തൊക്കെ പറയാറുള്ള ഒരു ഭാഷയാണ്, ദാ പോണം അവൾക്ക് 2 കൊമ്പാണ് കേട്ടോ എന്ന് പറയും.
ഈ അഹങ്കാരത്തിനെ കാണിക്കാൻ നമ്മൾ എന്താ പറയാ, 2 കൊമ്പുണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട്. അതിൽ ഒരു കൊമ്പിനെ ഛേദിച്ച് കളഞ്ഞിരിക്കണു, ഏകദന്തൻ. ധാരാളം ഐതിഹ്യങ്ങൾ അതിന് പിന്നിലുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു തരത്തിൽ അതിനെ നോക്കിക്കാണുകയാണെങ്കിൽ അഹങ്കാരമില്ല, വിനയം. അപ്പൊ അറിവ് കൊണ്ട് പൂർത്തീകരിക്കുന്നത്, അറിവുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം എനിക്ക് അറിവുണ്ട് എന്ന് പറയുന്നതല്ല, വിനയമാണ് എന്ന് കാണിച്ചു തരുന്ന സ്വരൂപമാണ് ആരുടേത്? സാക്ഷാൽ ഗണപതിയുടേത്. ആ വിനയത്തോടുകൂടി നമുക്ക് ലഭിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സംഗതിയാണ് എന്ത്? ഭാഗവതം എന്ന് പറയുന്നത്. ഉണ്ണിക്കണ്ണനെയാണ് ആ വിനയത്തിൽ ഗണപതി നമുക്കൊക്കെ വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ ആ ഒരു ജ്ഞാനഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ ഗംഗാതീരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഗംഗാതടം എന്ന് പറയുന്നത് ജ്ഞാനികളെ എപ്പോഴും മാടി വിളിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഭാഗവതം ചർച്ച ചെയ്യാറ്. എന്നാൽ യമുനാ തീരത്തോ അത് ഭക്തന്മാരുടെ ഒരു സ്ഥലമാണ്. ഗോപസ്ത്രീകളും ശ്രീകൃഷ്ണനുമായിട്ട് അഭിരമിച്ച സ്ഥലമാണ് ഈ യമുനാതടം എന്ന് പറയുന്നത്. അപ്പം അനന്യ ശരണാഗതിയെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും ഒക്കെ ധാരാളം ചർച്ച ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും? യമുനാതടത്തിലായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഭക്തി കൊണ്ട് ഭേദത്തെ അഭേദമാക്കുന്നു, ജ്ഞാനം കൊണ്ട് ഭേദത്തെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് വിതുരനും ആവശ്യമായിരുന്നത്. മൈത്രേയ മഹർഷിയെ കണ്ടു, പൂർണ്ണമായ ശരണാഗതി പ്രാപിച്ചു. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പം നമ്മളുടെ സമയപരിധിക്കനുസരിച്ച് നമുക്ക് 2-3 കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നിർത്താം. അതായത് ഇവിടെ ചോദിക്കുകയാണ്, സുഖായ കർമാണി കരോതി ലോകവും ന തൈ സുഖ വാന്യുതുപാരമം വാ വിന്ദേത ഭൂയസ്തത ഏവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്ന എന്നാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാവരും തിരയുന്നത് എന്തിനെയാണ്? സുഖത്തെയാണ്. നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് സുഖത്തെയാണ്. സുഖം എവിടെ കിട്ടും? ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമില്ല, ദാരിദ്ര്യമൊന്നുമില്ല, വസ്ത്രത്തിന് ദാരിദ്ര്യമില്ല, ഭക്ഷണത്തിന് ദാരിദ്ര്യമില്ല, താമസിക്കാൻ വീടില്ലായ്കയില്ല, എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഭൗതികമായിട്ടുള്ള സകല സുഖ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഏകദേശം പേരൊക്കെ കഴിയുന്നത്. പക്ഷെ എന്തില്ല? സമാധാനമില്ല, സംതൃപ്തിയില്ല, സുഖമില്ല. ഇതെവിടെ കിട്ടും? നമ്മൾ സുഖമെന്ന് വിചാരിച്ച് അതിനെ കാക്ഷിക്കുമ്പോഴൊക്കെ കൂടുതൽ കൂടുതൽ വിന്ദേത ഭൂയസ്തത ഏവ ദുഃഖം എന്നാണ്. സുഖം സുഖം എന്ന് പറഞ്ഞ് ഇച്ഛിക്കുന്നതൊക്കെ കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നാണ്. അപ്പോഴാണ് നമ്മളുടെ ഭാഗവതം എല്ലാത്തിനും ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഓരോ ഭക്തന്മാർക്കും വീണ്ടും വീണ്ടും മനസ്സിലാക്കുവാൻ വേണ്ടി ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അല്ലേ? ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത്ത് വഴി, ഇപ്പോൾ വിതുര മൈത്രേയ സംവാദം വഴി നമുക്കൊക്കെ ലഭിക്കുന്ന ഈ ജ്ഞാനാമൃതം ഇത് തന്നെയാണ്. മുമ്പേ ഉള്ള ദിഷണാവൈഭവശാലികൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ ചോദിക്കുന്നത്, കുന്തിദേവി ഭഗവാനോട് ചോദിക്കുന്നു, സുഖം സുഖം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോയത് മുഴുവൻ ദുഃഖമാണ് അല്ലേ? എനിക്ക് ആത്യന്തിക സുഖമാണ് വേണ്ടത്, ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പരമാനന്ദത്തെയാണ് കാക്ഷിക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞു. എങ്ങനെയാ പറയാതെ പറഞ്ഞത്? ഭഗവാനെ എനിക്ക് ദുഃഖം തരൂ, വിപദഃ സന്തുന ശശ്വത് തത്ര തത്ര ജഗൽ ഗുരോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് ദുഃഖം മതിയെന്ന്. അപ്പം നമ്മൾ സാധാരണ ഭാഗവതം വായിച്ചപ്പോൾ കുന്തി എന്തൊരു വിഡ്ഢിയാണ്, ദുഃഖം ചോദിച്ചിരിക്കണു. ഇത്രയും ദുഃഖം അനുഭവിച്ചു അവരുടെ ജീവിതത്തിൽ, ഇതൊന്നും അവർക്ക് പോരാ, ഇനിയും ദുഃഖം വേണമത്രേ എന്നൊക്കെ പറഞ്ഞ് കുന്തിയെ നമുക്ക് ഉപരിപ്ലവമായിട്ട് വിമർശിക്കാം. പക്ഷേ കുന്തി ചോദിച്ചത് ദുഃഖമാണോ? ഇപ്പൊ വിതുരൻ എന്താ പറയണത്? സുഖം സുഖം എന്ന് പറഞ്ഞ് ആത്യന്തിക സുഖത്തെ കൊതിച്ചപ്പോൾ കിട്ടിയത് മുഴുവൻ ദുഃഖമായിരുന്നു, ഈ ലോകത്ത് മുഴുവൻ കിട്ടിയത് ദുഃഖമായിരുന്നു എങ്കിൽ കുന്തി ഇതിനെ നേരെ തിരിച്ചു, ദുഃഖം ചോദിച്ചാൽ പരമാനന്ദം ലഭിക്കും. ഈ ഒരു സമവാക്യത്തെ രൂപീകരിക്കാൻ ശക്തയായിട്ട് ആദ്യത്തെ സ്തുതി കടന്നു വരുന്നത് ഒരു പ്രാകൃതയായിട്ടുള്ള ഒരു സ്ത്രീയുടെ അല്ലേ? ഈ ഗൃഹസ്ഥാശ്രമത്തിന്റെ സകല വിഷമതകളും അനുഭവിച്ച ഒരു തീച്ചൂളയിൽ ഇരുന്ന് തൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ വെന്തമർന്നിട്ടുള്ള ഒരു സ്ത്രീ ചോദിച്ച ചോദ്യമാണ്, ഇനി എനിക്ക് ദുഃഖം തരൂ. അപ്പം നമ്മൾ കേവലം ആ സ്ത്രീ ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കണ്ടേ? അവിടെ ചോദിച്ചത് പരമാനന്ദത്തെയാണ്. ഇത് തന്നെയാണ് ഇവിടെ വിതുരൻ ചോദിക്കുന്നത്. ഈ പരമാനന്ദം ലഭിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? ഭക്തി ഉണ്ടാവണം. അതിനൊരു ഉത്തരമേ ഉള്ളൂ, ഭക്തി ഉണ്ടാവണം. എൻ്റെ കർണം വഴി എൻ്റെ ഹൃദയകമലങ്ങളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്ത് അവിടെ ഭക്തി പ്രകാശിക്കുമ്പോൾ അതിലൂടെ നടന്നു കയറിയിട്ട് വേണം എനിക്ക് ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട്. അതിനടിസ്ഥാനപരമായിട്ട് എനിക്ക് എന്തു വേണം? നിത്യനിർമ്മലമായിട്ടുള്ള ഭക്തി എന്നിൽ വിടരണം. ഈ വിതുരൻ ഇതറിയാത്തതല്ല. വിതുരൻ ഭക്തന്മാരിൽ അതിശ്രേഷ്ഠനാണ്. മൈത്രേയ മഹർഷി പരമജ്ഞാനിയും തന്നെയാണ്. പക്ഷേ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വീണ്ടും വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്, ഒരു നാടകത്തിൻ്റെ ഭാഗമാവുകയാണ് ഇവരെല്ലാവരും തന്നെ. നോക്കൂ, ഭഗവാൻ ചന്ദനവൃക്ഷമാണെങ്കിൽ
ഭക്തൻ ആരായിരിക്കും? ഭഗവാനേക്കാൾ ശ്രേഷ്ഠത ഭക്തനുണ്ട് എന്ന് ഉദ്ഘോഷിക്കുന്ന ശാസ്ത്രങ്ങളാണ് നമ്മുടെയൊക്കെ തന്നെ. ചന്ദനവൃക്ഷമാകുന്ന ഭഗവാന്റെ സുഗന്ധത്തെ വഹിക്കുന്നത് വായുവാണ്. വായുവിൻ്റെ കൂട്ടത്തിലാണ് ഭക്തൻ്റെ സ്വഭാവം വരിക. വായുവാണ് ഭക്തൻ. ഭക്തൻ ഇങ്ങനെ സഞ്ചരിച്ച് സർവത്ര വ്യാപിക്കുന്ന വായുവായിട്ട് മാറുമ്പോൾ ഭഗവാൻ എന്ന ചന്ദനവൃക്ഷത്തിൻ്റെ മഹിമയെ സർവത്തിലേക്കും എത്തിക്കാനുള്ള ആ ഒരു ശക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിദുര മൈത്രേയ സംവാദത്തിലൂടെ ഈ സൃഷ്ടിയാദി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ സൃഷ്ടി തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. എങ്ങനെയാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയത്? ഇതര ദേവന്മാർക്കൊന്നും സൃഷ്ടി നടത്തുവാൻ വേണ്ടി ശക്തി ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സൃഷ്ടി നടത്തിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വിദുരർ ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയുന്നത് ഭഗവാൻ മായയെ ആശ്രയിച്ചുകൊണ്ട് സൃഷ്ടികർമ്മങ്ങളെല്ലാം നിർവഹിച്ചു എന്നൊരു പദം പറഞ്ഞു. ഈ പദം പറഞ്ഞപ്പോൾ തന്നെ ഒരു സംശയം ആദ്യം വന്നത്, ആരാണ് ഈ മായ? പല പല സന്ദർഭങ്ങളിൽ മായയെക്കുറിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പല കഥകളിലൂടെ, പല ആഖ്യാനങ്ങളിലൂടെ. ഇപ്പം ഇവിടെ വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്, എന്താണ് ഈ മായ? ഈ മായയെ എങ്ങനെയാണ് അതിക്രമിക്കാൻ സാധിക്കുക എന്നാണ് ചോദിക്കുന്നത്. അതോ ഭഗവതോ മായ മായിനാമപി മോഹിനി യത് സ്വയം ചാത്മവർത്താത്മാ ന വേദ കിമുതാപരേഹേന്ന് 6-ാം അധ്യായത്തിൽ 39-ാം ശ്ലോകം കൊണ്ട് ചോദിക്കുന്നു. ഭഗവാന്റെ മായ സർവരെയും മോഹിപ്പിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ യോഗവാസിഷ്ടത്തിൽ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഗാദി എന്ന് പറയുന്ന ഋഷിയുടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഋഷി കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് ഭഗവാൻ വിഷ്ണുവിനെ തപസ് ചെയ്യായിരുന്നു അത്രേ. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു ഋഷിയോട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് മായയെക്കുറിച്ച് അറിയണം എന്ന് ചോദിച്ചു. നമ്മളും കേൾക്കണ്ടല്ലോ അല്ലേ, ഒരുപാട് മായ എന്ന് കേട്ടിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, നേരെ തിരിച്ചിടൂ, മായയെ നേരെ തിരിച്ചിടൂ എന്നാൽ അതിൻ്റെ അർത്ഥം കിട്ടും. ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു, ഇല്ലാത്തതിൽ ഉണ്ട് എന്നിട്ടുള്ള തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്നത് മായ. ഭഗവാന്റെ പ്രബലമായ ശക്തി. ശ്രീശുക ബ്രഹ്മർഷിയെ പോലുള്ളവർ പോലും മായ പ്രബലമായതുകൊണ്ട് പുറത്തു വരാൻ, ലൗകിക വിഷയങ്ങളിലേക്ക് ഇടപെടാൻ, ഭൂമിയിലേക്ക് പുറപ്പെടാൻ മടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന എന്തോ ഭഗവാന്റെ വൈഭവം തന്നെയാണ്. ഹരിനാമകീർത്തനത്തിൽ പറയും, വിക്ഷേപമാവരണം ഈ 2 ശക്തികൾ നെങ്കേന്നുദിച്ചവകൾ നാരായണായ നമ എന്ന് പറയും. ഈ മായാവൈഭവത്തിൻ്റെ 2 ശക്തി, ഈ അജ്ഞതയ്ക്ക് 2 ശക്തികളുണ്ടെന്നാണ് പറയുക. ഒന്ന് വിക്ഷേപരണം, ഒന്ന് ആവരണം. വിക്ഷേപവും ആവരണവും. ഒന്നിൽ പുതിയ വസ്തുവിനെ ജനിപ്പിക്കുക. കയറ് കണ്ടിട്ട് നമ്മൾ എന്ത് ധരിച്ചു? പാമ്പാണ് എന്ന് ധരിച്ചു, ആവരണം. ഇനി യഥാർത്ഥ വസ്തുവിനെ മറച്ചു കളഞ്ഞു, വിക്ഷേപം. ഈ 2ഉം തോന്നിപ്പിക്കുന്നത്, ജനിപ്പിക്കുന്നത് മായയുടെ വൈഭവമാണത്രേ. ഇതിനെ ജയിക്കുക പ്രായേണ പ്രയാസം. പക്ഷേ പരമഭാഗവതന്മാരിൽ പരമഭക്തന്മാരെ ജയിക്കാൻ മായയ്ക്ക് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്ന ചില കഥകളാണ്. അപ്പോൾ ഈ ഗാദി ഋഷി ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ ചോദിച്ചു, എനിക്ക് മായയെക്കുറിച്ച് ഭഗവാനെ അറിയണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വെറുതെ എന്തിനാ ഈ മായയെ ജയിക്കുവാൻ വേണ്ടി പണ്ഡിതന്മാർ കൂടി കഷ്ടപ്പെടുന്നു, നിനക്ക് മായയെക്കുറിച്ച് അറിയണമോ? അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല ഭഗവാനെ, എനിക്കത് എന്താണെന്ന് അറിയണം, എല്ലാവരെയും വിറപ്പിക്കുന്ന ഈ ഒരു സംഗതി എന്താണെന്ന് അറിയണ്ടേ, ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് കാലത്തിൽ അത് വെളിപ്പെടും എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി പോലും. ആ സമയത്ത് ഈ കുളിച്ചുകൊണ്ടിരുന്ന, കഴുത്തറ്റം വെള്ളത്തിൽ സാധന ചെയ്തുകൊണ്ടിരുന്ന ഋഷി പതുക്കെ കയറി. അദ്ദേഹത്തിന് എന്തോ കുറച്ചൊക്കെ പ്രായമായി. ഈ പ്രായമായി അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെല്ലാം അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോയി. വാർദ്ധക്യാവസ്ഥയിലെത്തി, രോഗാതുരനായി, അങ്ങനെ മരണാസന്നനായിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹം വീട്ടിൻ്റെ അടുത്തുകൂടി ഒരു ചണ്ടാളൻ നടന്നു പോകുന്നത് കണ്ടു. ഒരു ചണ്ടാളൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി നടന്നു പോകുന്നത് കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഋഷിക്ക് വിഷമമായി. കാരണം താൻ കിടക്കുന്നത് രോഗാതുരമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും ഇതിന് കണ്ടപ്പോൾ എന്തൊരു ജീവിതമല്ലേ, ഈ തെരുവിലൂടെയൊക്കെ ഭിക്ഷയെടുത്ത് ഇങ്ങനെ മുടിയൊക്കെ പറപ്പിച്ച് ലേശം വൃത്തിയില്ലാതെ ശുചിത്വമില്ലാതെ ഇങ്ങനെ ഒരു ഭിക്ഷുവിനെ പോലെ ഇങ്ങനെ നടക്കുവാൻ വേണ്ടിയിട്ട് എന്ത് വിഷമം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരു ജന്മം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഭഗവാനെ ഞാൻ എന്തു ചെയ്യുമായിരുന്നു എന്ന് ചിന്തിച്ച ഉടനെ ആരുടെ ജീവൻ പോയി? നമ്മളുടെ ഗാദി ഋഷിയുടെ ജീവൻ ആ ശരീരത്തെ വിട്ട് ദേഹി പോയി. അങ്ങനെ എന്തിനെയാണ് അന്തേ നാരായണ സ്മൃതി നമ്മൾ പറഞ്ഞു. അന്ത്യകാലത്ത് ഭഗവാനെ സ്മരിക്കണമെങ്കിൽ ഭഗവത് പ്രാപ്തി നമുക്ക് ഉണ്ടാവും. ഇവിടെ ചണ്ടാളനെ സ്മരിച്ചിട്ടാണ്, തപസ്യൊക്കെയാണ്, പക്ഷെ ചണ്ടാളിനെയാണ് സ്മരിച്ചത് അല്ലേ? നമ്മുടെ ജഡഭരതൻ്റെ ഒക്കെ പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആരായിട്ട് മാറി? ഒരു ചണ്ടാളനായിട്ട് മാറി
ഒരു ചണ്ടാള തെരുവിൽ ഇങ്ങനെ ജനിച്ചു. അവിടെ ചണ്ടാള വൃത്തി, അവിടെ ധാരാളം മുതിർന്നു പാട്ടുകാരൊക്കെ ആയിട്ട് കുറച്ച് പൂർവ്വ സംസ്കാരമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ചണ്ടാള തെരുവിൽ ഭിക്ഷ എടുത്തൊക്കെ കഴിഞ്ഞു. കുറച്ച് മുതിർന്നു, ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്തു, ധാരാളം പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു, ഇങ്ങനെ നടന്നു. ലൗകിക വിഷയങ്ങളാൽ ബാധിക്കപ്പെട്ടിങ്ങനെ നടന്നു. ഈ നടന്ന് കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു ദേശമെത്തി, ഒരു പ്രത്യേകതരം രാജവാഴ്ചയുള്ള ഒരു ദേശമെത്തി. അതൊരു ഹൂണന്മാരുടെയോ മറ്റേ ഒരു സ്ഥലമാണ്. അവിടെ നിൽക്കുമ്പോഴുണ്ട് ഒരു പെരുമ്പറ കൊട്ടുന്ന ശബ്ദം കേട്ടു. ഒരു ആന വാദ്യഘോഷങ്ങളോടുകൂടി ഒരു മാലയുമായിട്ട്, ഒരു ഹാരവുമായിട്ട് കടന്നു വരികയാണ്. ഒരു വലിയൊരു ആന. അവിടെ ഒരു രാജാവിൻ്റെ സെലക്ഷൻ നടക്കുകയാണ്. രാജാവ് മരിച്ചു, അവരുടെ രാജാവ് മരിച്ചു. പുതിയ രാജാവിനെ ഇനി സ്ഥാനപതിയാക്കണം. അതിനുവേണ്ടി രാജാവിനെ സെലക്ട് ചെയ്യണത് ആരാണെന്നറിയാമോ? ഈ ആനയാണത്രേ. ഈ ആന ആർക്കാണോ ഹാരമിടുന്നത്, അതൊരു ക്ഷത്രിയനായിരിക്കും തീർച്ച, ഇതുവരെ തെറ്റിയിട്ടില്ല. ആന ആർക്കാണോ ഈ ഹാരം ചാർത്തുന്നത് അവർ രാജാവ്. അങ്ങനെ ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചണ്ടാളനെ പോലെ ഒന്നുമില്ല. ചിലപ്പോൾ പൂർവ്വ സംസ്കാരം ഉള്ളത് കൊണ്ടായിരിക്കും, മുഖത്തൊരു ക്ഷത്രിയ ലക്ഷണമൊക്കെ തോന്നിയത് കൊണ്ടായിരിക്കും ആന വേഗം കയറി മാല എവിടെ ഇട്ടു? ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടു. എല്ലാവരും കൂടി ഇദ്ദേഹത്തെ പൊക്കിയെടുത്ത് ആനന്ദോത്സവമായിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഇദ്ദേഹത്തിന് പൂർവ്വ സംസ്കാരം ഉള്ളത് കൊണ്ട് ഈ രാജതന്ത്രങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചു. രാജ്യഭരണമൊക്കെ തുടങ്ങി. ഒന്നും തിരുത്താനൊന്നും പോയില്ല, ആരും ഒന്നും ചോദിച്ചതുമില്ല, താനൊന്നും തിരുത്താനും പോയില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. അവിടെയും റാണിമാരെ കുറേ പേരെ വിവാഹമൊക്കെ കഴിച്ചു. അവരിലും പുത്രന്മാരെ യഥേഷ്ടമുണ്ടായി. രാജഭരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ ഒരു സമയത്ത് വേറെ എവിടുന്നോ ഒരു ചണ്ടാളൻ ആ വഴി പാട്ടും പാടി വന്നു. ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ സംസ്കാരം, നമുക്കെപ്പോഴും വാസനാക്ഷയം ഏർപ്പെടണമെങ്കിൽ കുറേ കാലം വരും, കുറേ സാധനം ചെയ്യണം. ഉപാസന എത്ര തന്നെ ഓരോരുത്തർക്കും അത് ഡിപ്പെൻസ് ആണ് അല്ലേ? വാസനാക്ഷയം ഏർപ്പെടണമെങ്കിൽ. അപ്പം അത്ര പെട്ടെന്നൊന്നും പൂർവ്വജന്മസ്മൃതിയൊന്നും പോവില്ലേ നമ്മളെ വിട്ടിട്ട്. അത് ഉണർത്തുന്ന ഓർമ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ഭാവന പെട്ടെന്നായിരിക്കും മുള പൊട്ടുക. ഇത് കണ്ടപ്പോൾ ചണ്ടാളൻ പാട്ട് പാടുന്ന ഒരു കുളത്തിൻ്റെ വക്കിലിരുന്നിട്ട് താൻ രാജാവാണെന്നോ താൻ ഇത്രയും പേരെ ഭരിക്കുന്ന ഒരു അധികാരിയാണെന്നോ ഒന്നും ഓർക്കാതെ ആ ചണ്ടാളൻ്റെ കൂട്ടത്തിൽ പോയി പാട്ട് പാടാൻ തുടങ്ങി. സമയം പോയതേ അറിഞ്ഞില്ല. ആ സംഗീതത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നു. ആളുകളൊക്കെ നോക്കാൻ തുടങ്ങി, എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവര് രാജാവ് തന്നെയോ, നമ്മുടെ രാജാവ് തന്നെയാണോ? നമ്മൾ അന്വേഷിക്കാതെ പെട്ടെന്ന് പിടിച്ച് അവരോധിച്ചല്ലോ. അവരാണ് പിന്നെ പൂർവ്വ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഒരു ചണ്ടാള തെരുവിൽ നിന്നും വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ രാജാവായി മാറിയത്. അഹോ കഷ്ടം! കുറേ ബ്രാഹ്മണന്മാരൊക്കെ സ്ഥലം വിട്ടു അവർ ചാന്ദ്രായന വ്രതം അനുഷ്ഠിക്കുവാൻ വേണ്ടി കാശിയിലേക്ക് പോയി. ഇങ്ങനെ ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രാജ്യത്ത് വന്നു വിട്ടുവല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കുറേ പേര്. റാണിമാർ പലരും ചിതയൊരുക്കി അതിൽ ചാടി. ഇങ്ങനെ ഒരു ജന്മം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതൊക്കെ ഈ ഉച്ചനീചത്വങ്ങളൊക്കെ വലിയ അതിൻ്റെ ഉത്തിഷ്ടത്തിൽ നിൽക്കുന്ന കാലഘട്ടമായിരുന്നല്ലോ അന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനാകെ പ്രയാസമായി, നമ്മുടെ ചണ്ടാള രാജാവിനാകെ പ്രയാസമായി. താൻ എന്ത് ചെയ്യും? താൻ പറയാമായിരുന്നു, ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഈ അവരോധന സമയത്ത് ഒന്ന് പറയാമായിരുന്നു എന്നൊക്കെ കരുതി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും പേരുടെ ജീവൻ അപഹരിച്ചത് എൻ്റെ ബുദ്ധിശൂന്യതയാണ്, ഇനി എനിക്ക് എന്തിനാ ജീവിതം എന്ന് പറഞ്ഞ് അതേ ചിതയിൽ ചാടാൻ വേണ്ടി നിൽക്കുമ്പോൾ അഗ്നി ഒന്ന് സ്പർശിച്ചതേ ഉള്ളൂ. അപ്പോഴാണ് ഇതാ വിഷ്ണു ഭഗവാൻ തൻ്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് ഒരു നിമിഷമായിട്ടേ ഉള്ളൂ. വെള്ളത്തിൽ, കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കണു ആര്? ഗാദി ഋഷി. അപ്പം ഇത്രയും നേരം ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ? എന്തൊക്കെ സംഭവിച്ചു? വാർദ്ധക്യത്തിലെത്തി, രോഗാതുരനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ചണ്ടാളൻ എതിർവഴി വന്നു, ചണ്ടാളനെ സ്മരിച്ചു, മരണപ്പെട്ടു. അടുത്ത ജന്മത്തിൽ ചണ്ടാളനായിട്ട് പുനരുജനിച്ചു, വലിയൊരു ജീവിതം കഴിഞ്ഞു. എന്തോ ഒന്ന് നോക്കൂ, ഈ മായയുടെ ഈ പ്രഹേളിക, മനസ്സിൻ്റെ ഒരു പ്രഹേളികയെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയോ സംഭവിച്ചു ഒരു നിമിഷം കൊണ്ട്. നമ്മുടെ കാലഗണനയല്ല ഭഗവാൻ എന്ന് പറയുന്നത് അല്ലേ? ഭഗവാന്റെ ഒരു ഈ കണ്ണടച്ച് തുറക്കുന്ന ഒരു കാലഘട്ടമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്നാണ് നമ്മൾ ഈ സൃഷ്ടിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഭാഗവതം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഭഗവാൻ എൻ്റെ മായ എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് കരുതിയിട്ട് ഗാദി ഋഷി പതുക്കെ ഈ വെള്ളത്തിൽ നിന്നൊക്കെ കയറിയിട്ട് ഇനി ഇതൊന്നും ബാധിക്കാതെ സമാധി അവസ്ഥയിലേക്ക് എനിക്ക് പോകണം, ഭഗവത് പാതാരവിന്ദങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക്, ആശ്രമത്തിലേക്ക് മടങ്ങുകയാണ്. ആ മടങ്ങുന്ന വഴിയിൽ ഒരാൾ എതിർദിശയിൽ വരുന്നു. അദ്ദേഹം എന്തൊക്കെയോ ജപിച്ചുകൊണ്ട് വരുന്നു, ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ. അപ്പോൾ
ഈ ഗാദി ഋഷിയെ കണ്ടപ്പോൾ ചോദിച്ചു, ഇന്ന് ഏതൊരു സ്ഥലത്തിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ എവിടെന്നാണ് വരണത്, അങ്ങ് എവിടെന്നാണ് വരണത് ചോദിച്ചപ്പോൾ, ഞാൻ ദൂരെ ഈ ഹൂണദേശത്തു നിന്നും വരികയാണ്. അവിടെ ഞങ്ങളുടെ രാജാവ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു ചണ്ടാള രാജാവിനെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തു. അതിൻ്റെ പ്രായശ്ചിത്തം എന്നോണം കാശിയിൽ ചാന്ദ്രമാസവ്രതം അനുഷ്ഠിച്ചിട്ട് വരണ വഴിയാണ് ഞാൻ ഇനിയൊരു രാജാവിനെ കണ്ടെത്തേണ്ടിയിരിക്കണോ എന്ന് പറഞ്ഞു. ഒന്നും മനസ്സിലാവില്ല. ഒരു നിമിഷം തരിച്ചുപോയി ഗാദി ഋഷി. കാരണം അത് സ്വപ്നമോ ഇത് സത്യമോ, ഇത് സ്വപ്നമോ അത് സത്യമോ ഒന്നും അറിയില്ല അല്ലേ. ഫിസിക്കലി ഒരാൾ വന്ന് റിപ്പോർട്ട് ചെയ്യാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അത് സ്വപ്നമാണ്, മായാവൈഭവം ഭഗവാൻ കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തൊക്കെയോ സംഭവിക്കണോ ഒന്നും മനസ്സിലായില്ല. ആകെ മനസ്സ് സംശയാത്മാ വിനശ്യതി എന്നൊക്കെ പറയില്ലേ, എന്തൊക്കെയോ ഒന്നും നോക്കണ്ട, ഭഗവാനെ ഇനി തപസ് ചെയ്യുക തന്നെ. ഇനി വീണ്ടും ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ആ ഭഗവാൻ പറഞ്ഞു, ഇതാണ് ഋഷി, ഇതാണ് മായാന്ന്. ഭഗവാനോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഏതാണ് സത്യം എന്നാണ് ചോദിക്കുന്നത്. ആ ചണ്ടാളനായിട്ട് ഞാൻ ജനിച്ചതാണോ സത്യം, അതോ വേറൊരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞതാണോ സത്യം, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞ ഉത്തരമാണ് മായ എന്ന് പറയുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ മായയെ ആശ്രയിച്ചിട്ടാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്. പക്ഷേ പരമഭക്തന്മാരിൽ ഈ മായ പ്രവേശിക്കുകയില്ല എന്ന് മാത്രം മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷമായി. നോക്കൂ, ഇത്രയും ശക്തമായ വൈഭവത്തെ നമുക്കൊക്കെ ഈ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഗണനയൊന്നും നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ടാവും. ആ മരിച്ചു കഴിഞ്ഞ ശേഷം ഇയാളെ പോലെ തന്നെ പെരുമാറുന്ന മറ്റൊരാൾ അവിടെ ജനിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഈ പൂർവ്വസ്മൃതി ഉണർന്ന അച്ഛൻ്റെയും അമ്മയുടെയും നാട്ടിൻ്റെയും പേരൊക്കെ വിളിച്ചു പറയുന്നുണ്ടാവും. അപ്പോൾ ഈ പാരാസൈക്കോളജിസ്റ്റുകളൊക്കെ ഇതിൻ്റെ പുറകെ പോയി ഇതിനെ അന്വേഷിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നത് മുഴുവൻ 10-15 വയസ്സായിട്ടുണ്ട്. ഈ കുട്ടി പറയുന്നത് മുഴുവൻ ശരിയാണ്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പൂർവ്വജന്മത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവിടെയൊക്കെ പോയി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 1 വർഷമായിട്ടുള്ളൂ മരിച്ചിട്ട്. കുട്ടിക്ക് 15 വയസ്സും, പുനർജനിച്ച കുട്ടിക്ക് എത്ര വയസ്സ്? 15 വയസ്സ്. പക്ഷേ ആ കുട്ടി പറയുന്ന ഈ പൂർവാപര ബന്ധമൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ മരിച്ചിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കുന്ന കാലഗണന അല്ല ഭഗവാന്റേത്. ശരിക്കും ഇതൊരു റിലേറ്റിവിറ്റി തിയറിയിലൂടെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. ഭൗതിക ശാസ്ത്രം ഇന്ന് അന്വേഷിക്കുന്ന ദിഷണാവൈഭവത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയാലും ഒരു പക്ഷേ നമുക്കിതൊന്നും കണ്ടെത്താൻ സാധിക്കില്ല. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഗോഡ് ദ ഇൻഫിനിറ്റ്, ഹീസ് ബ്രെയിൻലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീസ് ബ്രെയിൻലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനാണ് ഏറ്റവും വലിയ കാരണം കർത്ത എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അതുപോലെ ഈ സമയവും ഇതിൻ്റെ ഈ ഗണനകളൊന്നും നമുക്ക് കണ്ടുപിടിക്കാനേ സാധിക്കില്ല. കാരണം അവൻ ചെറിയ ബുദ്ധി തന്ന്, ചെറിയ സൂക്ഷ്മമായ കാരണത്തെ തന്ന്, സൂക്ഷ്മമായ യുക്തിയെ തന്നിട്ട് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. ഇനി അങ്ങനെയുള്ള മായയിൽ ഞാൻ പെടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരാളാണ് വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്. അപ്പം മായയെ അതിജീവിക്കുവാൻ ഒരു ശ്രമം ഇവിടെ വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്ന ഒരു രൂപത്തിലാണ് ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, ഈ മായയെ ആശ്രയിച്ച് ബ്രഹ്മാവ് അനേകം സൃഷ്ടികൾ നടത്തി സനന്താദികളെ സൃഷ്ടിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പ്രജകളെ ഉൽപ്പാദിപ്പിച്ച് ഭൂമിയെ വർദ്ധിപ്പിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പിതാവേ ഞങ്ങൾ നിവൃത്തി മാർഗത്തിൽ ചരിക്കാനാണ്. അല്ലേ, 2 മാർഗമാണ് പറയണത്, പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും. ഈ നിവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കാനാണ് ഞങ്ങൾ, പ്രജകളെയൊന്നും ഉൽപ്പാദിപ്പിച്ച് ഈ ഭൂമിയെ വർദ്ധിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഭഗവത് സ്മൃതിയോടുകൂടി ലോക നന്മയ്ക്കായിട്ട് തപസ്സനുഷ്ഠിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവർ പോയി. പിന്നെ മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ, ഇങ്ങനെ ഒരുപാട് സൃഷ്ടി ബ്രഹ്മാവ് നടത്തി. പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ സൃഷ്ടിയിലൊന്നും ഒരു തൃപ്തി കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രമല്ല, മാനസികമായിട്ടുള്ള ഈ സൃഷ്ടി ഈ നീണ്ടകാലം നിലനിൽക്കില്ല, ഇതിന് ഭൗതികമായൊരു അടിത്തറയില്ല എന്ന് ആർക്ക് തോന്നി? ബ്രഹ്മദേവന് തോന്നി. അങ്ങനെ അദ്ദേഹം ചിന്താധീനനായി. ആ ചിന്തിച്ചിരിക്കുന്ന സമയം ഇദ്ദേഹത്തിൻ്റെ ശരീരം 2ആയിട്ട് പിളർന്നു. ഒന്ന് മനുവും മറ്റൊന്ന് ശതരൂപാദേവിയുമായിട്ട് പിളർന്നു. ആദിമമായിട്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ട് ബ്രഹ്മാവിൻ്റെ ശരീരം പിളർന്നു എന്നുള്ളതാണ്. ഈ സ്ത്രീ പുരുഷന്മാരെ ബ്രഹ്മാവിനെ വന്ദിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളാണ് ഇനി ഭൂമിയിൽ പ്രജകളെ വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ്. ഇപ്പോൾ മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവരെ പറഞ്ഞയക്കണ സമയത്ത് ഇപ്പോഴൊക്കെ ഒരു സ്ഥിതിയിലാണെങ്കിൽ കാറ് കൊടുക്കും, ഒരു ഫ്ലാറ്റിൻ്റെ ചാവി കൊടുക്കും, അങ്ങനെയൊക്കെയല്ലേ. അവർക്ക് താമസിക്കാൻ സ്ഥലവും കൂടി എല്ലാം സേഫ് ആക്കിയിട്ടാണ് നമ്മൾ
അവരെ പറഞ്ഞയക്കുക മറ്റൊരു ജീവിതത്തിലേക്ക് അവർക്ക് തിരിഞ്ഞു നോക്കാനില്ല, അവർക്കൊന്നും അധ്വാനിക്കേണ്ടതായിട്ടില്ല, അങ്ങനെ സേഫാക്കുന്നവരുണ്ട്. അപ്പോൾ ബ്രഹ്മദേവനും വിചാരിച്ചു മനുവും ശതരൂപയും എൻ്റെ മക്കൾ, അവരുടെ ഒരു ജീവിതത്തിന് എല്ലാ ആശീർവാദങ്ങളും ചെയ്യേണ്ടത് ഞാൻ എന്ന് പറഞ്ഞ് അവർക്ക് വസിക്കുവാൻ വേണ്ടി ഭൂമി എന്ന സ്ഥലത്തിൻ്റെ ചാവി അവർക്ക് കൈമാറാൻ നിന്നപ്പോഴാണ് നോക്കുമ്പോൾ ഭൂമിയെ കാണാനില്ല. എന്തിനെ കാണാനില്ല? ഭൂമിയെ കാണാനില്ല. അപ്പോഴാണ് ഒന്ന് ശരിക്കും നോക്കിയപ്പോൾ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ദൈത്യൻ ഭൂമിയെ രസാതലത്തിലേക്ക് കൊണ്ടുപോയിട്ടിരിക്കണു. ഇനി എങ്ങനെ താമസിക്കും? ഇവർക്കെങ്ങനെ പ്രജാവർദ്ധനം ഉണ്ടാവും? ആകെ ബ്രഹ്മാവിന് വിഷമമായി, സൃഷ്ടിയൊക്കെ ഇങ്ങനത്തെ തരത്തിലായിപ്പെട്ടു, ഞാൻ ഇനി എന്തു ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന മാത്രയിൽ ആ വേളയിൽ ഭഗവാൻ ബ്രഹ്മദേവന്റെ നാസാരന്ധ്രത്തിലൂടെ ഒരു സൂകരം പുറത്തു ചാടി, ഒരു വരാഹം പുറത്തു ചാടി. ഇപ്പം നമ്മളൊക്കെ സാധാരണ നാട്ടിൻ പുറത്ത് പന്നി എന്നാണ് പറയുകയെങ്കിൽ പോലും അങ്ങനെ സംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും സൂകരം എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നു. വരാഹം എന്ന് പറയുന്നു. സൂം സൂം കരോതി സൂകരഹ എന്നാണ് പറയുക. സൂം സൂം എന്ന് പറഞ്ഞത് ഭൂമിയുടെ ഒരു സവിശേഷ ഗുണമുണ്ട്, ഗന്ധം എന്ന് പറയും. ഗന്ധത്തിലൂടെയാണ് അതിനെ തിരിച്ചറിയുക. പഞ്ചഭൂതങ്ങൾക്കും ഓരോ ഗുണമുണ്ട്. ഭൂമിയുടെ ഗുണമാണ് ഗന്ധം. അപ്പോൾ ആ ഗന്ധത്തിലൂടെ മാത്രമേ ഭൂമിയോട് ഏറ്റവും സ്നേഹം ഭൂമി എവിടെയെന്ന് കണ്ടെത്താൻ സാധിക്കുള്ളൂ. ആ കണ്ടെത്താൻ സാധിക്കുന്നതിന് വേണ്ടി അവതരിച്ചൊരു പരമപുരുഷനാണ്. ഒന്ന് ഒരു പന്നിക്കുട്ടിയുടെ തല അല്ലേ, ഒരു വരാഹത്തിൻ്റെ ശിരസും ഉടലൊക്കെ ഒരു ശിശുവിൻ്റെ പോലെയുമായിട്ട് അങ്കുഷ്ട പരിമാണത്തിൽ ഇത്യഭിധ്യായതേനാസാ വിവരാത് സഹസാനഘ വരാഹ തോകോ നിരകാത് അങ്കുഷ്ട പരിമാണക. അങ്കുഷ്ട പരിമാണത്തിൽ ഈ തള്ളവിരലിൻ്റെ അത്രയും തന്നെ ഒരു മെഷർമെൻറ്റിൽ അളവിൽ ഒരു വരാഹം മൂക്കിലൂടെ പുറത്തു ചാടി. നോക്കൂ, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഈ പുരാണത്തിൽ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കണോ എന്ന് നമ്മൾ വിചാരിക്കും. ആദ്യമൊക്കെ വായിക്കുമ്പോഴേ ഈ മൂക്കിലൂടെ പുറത്തു ചാടുന്നു, മാനസപുത്രനായി അവതരിക്കണു, ബ്രഹ്മാവിൻ്റെ പെരുവിരലിൽ നിന്നും ദക്ഷനുണ്ടായി എന്നൊക്കെ നമ്മൾ പഠിക്കും. കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്നാലും നമ്മുടെ യുക്തിക്ക് എപ്പോഴും അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ നിൽക്കും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഗുരു പരമ്പര വഴിയല്ല നമ്മളിത് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഈ ശാസ്ത്രത്തെ തന്നെ വിമർശിക്കാനും ഇതില്ല എന്ന് സ്ഥാപിക്കാനും നടക്കുന്നവരായിട്ട് മാറും. നോക്കൂ, നമ്മളുടെ ഭഗവത്ഗീതയെയും ഭാഗവതത്തെയൊക്കെ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കാണുന്നില്ലേ അല്ലേ? സ്ത്രീ പാപയോനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈയിടെ അല്ലേ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോരോ ശ്ലോകത്തെ നമ്മളപ്പോൾ പഠിക്കും എന്നുള്ളത് നല്ല കാര്യം തന്നെ. അപ്പോഴൊക്കെ നമ്മളത് ശ്രദ്ധിക്കും. ഇതുവരെ ശ്രദ്ധിക്കപ്പെടാത്ത സംഗതികളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനിടയാകും എന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണെങ്കിലും അതിനൊരു താല്പര്യം എന്താണ്? ഗുരുമുഖത്ത് നിന്നല്ല ഈ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഇതിനെയൊക്കെ തലകീഴായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരായിട്ട് നമ്മൾ ചാർവാക മതത്തെ സ്വീകരിച്ചുകൊണ്ട് നടക്കുന്നവരായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. അതിനെയും ഭഗവാൻ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഭൂമിയിലുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഭാവം ഭൂമിയിലുണ്ടെങ്കിൽ മാത്രമാണ് ധർമ്മം അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ അല്ലേ അവതാരമായിട്ട്. അവതാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ വരാഹ അവതാരം, യജ്ഞവരാഹമായിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അവതാരം എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരവ് എന്നാണ് പറയുക. ഈ ഇറങ്ങി വരാൻ എവിടെന്നെങ്കിലും മുകളിൽ നിന്നല്ലേ ഇറങ്ങി വരിക അല്ലേ? ഒരു പൊട്ടൻഷ്യൽ എനർജി, അത് കൈനറ്റിക് എനർജി ആയിട്ടല്ലേ, പുഴയായിട്ട്, ഒരു ഡാമിൽ നിന്നുള്ള ഒരു എനർജി അരുവിയായിട്ട്, വെള്ളമായിട്ട് നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നു എന്നുള്ളത് ഒരു ഇറങ്ങി വരവിനെ അവതാരം എന്ന് പറയുന്നു. പക്ഷേ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ മുകളെന്ന് പറഞ്ഞാൽ ഉടനെ ആകാശമാണ് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ അങ്ങനെയല്ല. ഭഗവാനിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ആ സ്ഥിതപ്രജ്ഞാവസ്ഥയിൽ നിന്ന്, ഒന്നും ബാധിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് വേണ്ടി ധർമ്മോദ്ധാരകനായി ഭഗവാൻ മായയെ ആശ്രയിച്ച്, ത്രിഗുണങ്ങളെ ആശ്രയിച്ച് ഭഗവാൻ എവിടേക്ക് വരുന്നു? രാമനായിട്ടും കൃഷ്ണനായിട്ടും മത്സ്യമായിട്ടും കുർമ്മമായിട്ടും അവതാരാഹി അസംഖ്യോയം എന്ന് പറയുന്ന രീതിയിൽ എത്രയോ അവതാരങ്ങളായിട്ട് ഭഗവാൻ ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. അതൊക്കെ നമ്മളോടുള്ള പരമകാരുണികം കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ പറയുന്നു, എല്ലാവരും ഈ യജ്ഞവരാഹമൂർത്തിയെ നിമിഷ നേരം കൊണ്ട് തള്ളവിരലിൻ്റെ വലിപ്പമുണ്ടായിരുന്ന ഈ വരാഹം ഉടനെ തന്നെ ആനയോളം വലിപ്പമായി, ആകാശത്തോളം വലിപ്പമായി, ഭീമാകാര രൂപം പൂണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാ ദേവാദികളും ഒത്തുകൂടി സ്തുതിക്കുകയാണ്. ജിതം ജിതം തേ ജിത യജ്ഞഭാവന ത്രയം തനും സ്വാപരിതുന്വതേ നമഃ യദ്രോമകർത്തേഷു നിലീലിരുദ്ധരാത് തസ്മൈ നമഃ കാരണസൂകരായ തേ. കാരണസൂകരായ
എന്നാണ് പറയുന്നത്. സകലത്തിനും കാരണമായിരിക്കുന്ന യജ്ഞവരാഹമൂർത്തി. യജ്ഞവരാഹം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഓരോ അംഗങ്ങളും യജ്ഞത്തിനായിട്ട് യജ്ഞഭാവത്തിലാണ് വിനിയോഗിക്കപ്പെട്ടുള്ളത്. അതിൻ്റെ ധർമ്മം പറയുന്നു. ഭഗവാന്റെ ത്വക്ക് എന്ന് പറയുന്നത് ഗായത്രിയാദി ഛന്ദസ്സുകളാണ് എന്ന് പറയുന്നു. ഭഗവാന്റെ രോമം എന്ന് പറയുന്നത് ദർഭകളാണെന്ന് പറയുന്നു. ഭഗവാന്റെ പാദം എന്ന് പറയുന്നത് ഒരു യാഗത്തിൽ നമ്മൾ ഹോമിക്കുവാൻ വേണ്ടി വെച്ചിട്ടുള്ള ദ്രവ്യങ്ങളാണ്, അല്ലെങ്കിൽ ഹോതാവ് ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള യജ്ഞവരാഹമൂർത്തി ആ പ്രളയത്തിലേക്ക് ആണ്ടുപോയിട്ട് ഭൂമിയെ തൻ്റെ ദംഷ്ട്രയിൽ, അല്ലേ, ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ തേറ്റയിൽ, ആ തേറ്റയിൽ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരികയാണ്. ഈ ഉയർത്തി കൊണ്ടുവരുന്ന വേളയിൽ അതിഭീകരനായിട്ടുള്ള ഭയങ്കരനായിട്ടുള്ള ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരനെ വധിച്ചു എന്ന് വിതുരനോട് മൈത്രേയ മഹർഷി പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി വിശദീകരിച്ച് കേൾക്കണം എന്ന് ആർക്ക് ആഗ്രഹമുണ്ടായി, താല്പര്യമുണ്ടായി? വിതുരന് താല്പര്യമുണ്ടായ സ്ഥിതിക്ക് അതിനെ വിസ്തരിച്ച് പറയാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കശ്യപ പ്രജാപതിക്ക് 13 പത്നിമാർ, ദക്ഷൻ്റെ പുത്രിമാരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തല്ലേ കശ്യപ പ്രജാപതിക്ക് 13 പത്നിമാരുണ്ടായി. അതിൽ നമ്മൾ ഏറെ കൂടുതൽ കേൾക്കുന്ന പേരെന്ന് പറയുന്നത് ദിതിയുടെയും അതിഥിയുടെയും പേരാണ്. അതിഥി എന്ന് പറഞ്ഞാൽ അഖണ്ഡം എന്നാണ് അർത്ഥം. എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന ധർമ്മം എന്നാണ് അതിഥിയുടെ പുത്രന്മാർ ആതിഥേയന്മാർ, ദേവന്മാർ, പ്രകാശത്തെ പരത്തുന്ന ഭൂമിയിലേക്ക് സർവ്വനന്മകളെയും വിതരണം ചെയ്യുന്നവർ എന്ന അർത്ഥത്തിൽ. ദിതിയുടെ മക്കളൊക്കെ ദൈത്യന്മാർ, അസുരന്മാർ എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പല കഥകളും കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം ദിതിയുടെ ഗൃഹത്തിൽ ഒരിക്കൽ കാശ്യപ പ്രജാപതി വന്നു. സന്ധ്യാവന്ദനത്തിനായിട്ട് അവിടെ വെച്ച് കുളി കഴിയാൻ വേണ്ടി തീരുമാനിച്ചു. സ്നാനം ചെയ്ത് സന്ധ്യാവന്ദനം ചെയ്ത് പൂജയൊക്കെ ചെയ്ത് അദ്ദേഹം ഒരു വ്രതത്തിലായിരുന്നു. ഒരു യജ്ഞത്തിനുള്ള ഒരു വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. വ്രതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലേ, ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഇന്ദ്രിയ ദമനം സാധിക്കുന്ന ദിവസത്തെയാണ് വ്രതം എന്ന് പറയുക. നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയിട്ടുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, ആ ജ്ഞാനേന്ദ്രിയങ്ങളെ ഭഗവതോന്മുഖമായിട്ട് തിരിച്ചു വിടണു. ഇനി 6ാമത്തെ ഇന്ദ്രിയമായിട്ട് മനസ്സിനെയാണ് പറയുന്നത്. മനഃഷ്ടാണ് ഇന്ദ്രിയാണി എന്നാണ് പറയണത്. ഇനി അതും കഴിഞ്ഞ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, നമ്മുടെ വാക്ക്, നമ്മുടെ 2 കൈകൾ, കാലുകൾ, പായു ഉപസ്ഥം 2 വിസർജനേന്ദ്രിയങ്ങൾ. അപ്പം കർമ്മേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും പ്ലസ് മനസ്സും അടങ്ങിയിട്ടുള്ള ഏകാദശ ഇന്ദ്രിയങ്ങളുടെ ഒരു രഥമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്ന് പറയണത്. ഇതിനെ നമ്മൾ പറയാറില്ലേ ഏകാദശി നോൽക്കുക എന്ന് പറയും. വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ ഏകാദശി ഇന്ദ്രിയങ്ങളെയും ഭഗവാനിൽ സമർപ്പിക്കുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ വ്രതം. നമ്മളൊക്കെ വ്രതം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഈ കഴിക്കുന്ന ആഹാരം എന്ത് കഴിക്കാം എന്നാണ് നമ്മൾ അന്വേഷിക്കുക. ഒരു വ്രതം എടുക്കുമ്പോൾ അന്വേഷിക്കുന്നത് എന്താണ് കഴിക്കേണ്ടത്, എന്താണ് മാറ്റി നിർത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾ, ആഹാരം ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരത്തിൻ്റെ നിർവചനം തന്നെ ആഹ്രിയതേ മനസാ ബുദ്ധിയാ ഇന്ദ്രിയർവ ഇതി ആഹാര എന്നാണ്. എന്തൊക്കെയാണോ കണ്ണിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, ത്വക്കിലൂടെ പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നത് അതൊക്കെ ആഹാരം. കണ്ണിന് കാഴ്ചയാണ് ആഹാരം, ഈ കേൾക്കുന്നതൊക്കെ കാതിന് ആഹാരം. അപ്പോൾ എന്ത് കേൾക്കണം, എന്ത് കാണണം? പലതും കാണും കണ്ണ്, പലതും കേൾക്കും ചെവി. പക്ഷേ ഭദ്രമായതിനെ സ്വീകരിക്കണം. ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേം അക്ഷപിറിയജത്ര എന്ന് പാടുന്ന ശാന്തി പാഠങ്ങൾ പകർന്നു തരുന്ന കാര്യവും ഈ വ്രതശുദ്ധിയുടെ താല്പര്യം തന്നെയാണ്. അങ്ങനെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഭഗവതോന്മുഖമായിട്ട് വ്രതം എന്ന് പറയുന്ന സമർപ്പണത്തിലേക്ക് നീട്ടിവെച്ചിട്ടുള്ള കശ്യപ പ്രജാപതി സ്നാനത്തിന് പോകാനൊരുങ്ങുമ്പോൾ നമ്മുടെ ദിതിദേവി പറഞ്ഞു, ഭഗവാനെ, ഞാൻ അത്യന്തം കാമപരവശിയാണ്, എൻ്റെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തിയിട്ട് അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ കശ്യപ പ്രജാപതി പറഞ്ഞു, ഇത് സന്ധ്യാസമയമാണ്, ഇങ്ങനെയുള്ള ഭോഗവിഷയങ്ങൾക്കൊന്നും പറ്റിയ സമയമല്ല, നീ ഭഗവാനെ ധ്യാനിക്കൂ, ശുചിയായി വന്ന് ഭഗവാനെ ധ്യാനിക്കൂ, അതാണിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ദിതി സമ്മതിക്കുന്നില്ല. അത്യാവശ്യം ഭക്തിയും വിശ്വാസവും ഒക്കെയുള്ള കശ്യപ പ്രജാപതിയുടെ ധർമ്മപത്നിയാണ് ഈ ആവശ്യപ്പെടുന്നത്. നോക്കൂ, ധർമ്മപത്നിമാർ എന്താവശ്യപ്പെട്ടാലും അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ കടമ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതിൻ്റെ വിഹിതവും അവിഹിതവുമായിട്ടുള്ള അല്ലെങ്കിൽ ന്യായാന്യായ വശങ്ങളെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കശ്യപൻ. പക്ഷേ നിർബന്ധിതനായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വീണ്ടും കശ്യപൻ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ സോദരി സതിയുടെ ഭർത്താവായിട്ടുള്ള പരമേശ്വരൻ ഈ സന്ധ്യാവേളയിൽ ഉഷാരൂഢനായിട്ട് ഈ ഭാഗത്ത് സഞ്ചരിക്കുന്നു. നോക്കൂ, അതാ പരമശിവൻ പോകുന്നു.
ആ ഭഗവാൻ പോകുന്ന രംഗമൊക്കെ വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സമയപരിമിതി കൊണ്ടാണ്. ശ്മശാന ചക്രാനിലധൂളി ധൂമ്ര വികീർണ വിദ്യോത ജടാകലാഭ ഭസ്മാവഗുണ്ഠാമലരുക്മദേഹോ ദേവസ്ത്രിഭിഹി പശ്യതി ദേവരസ്തേ. ഭഗവാൻ പോവുകയാണ്. വൃഷഭത്തിൻ്റെ മുകളിലിരുന്ന് ഭഗവാൻ പരമശിവൻ സഞ്ചരിക്കുകയാണ്. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ശിവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീലകണ്ഠൻ എന്ന് മാത്രമല്ല, ദേഹം മുഴുവൻ നീലയായിട്ടാണ് കാണുക അല്ലേ, ഭസ്മമൊക്കെ പൂശിയ നീല നിറത്തിലാണ് കാണുക. പക്ഷേ ഭഗവാനെ പറയുന്നത് നമ്മുടെ ശാസ്ത്രം തപ്തഹേമ നികായാഭ, കാച്ചിയ സ്വർണം പോലെ എന്നാണ്. സ്വർണ്ണശോഭയാണത്രേ ഭഗവാന്റെ ശരീരത്തിൽ. പക്ഷേ ഭഗവാൻ അറിയാം, രക്തം, മലം, മൂത്രം, രേതസ്, അസ്ഥി, മാംസം ഇതൊക്കെ കലർന്നിട്ടുള്ള ഈ ശരീരം, ഈ ജഡം, ഇത് മലമാണ്. ഇതിനെ ഇങ്ങനെ സ്വർണ്ണശോഭ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മളെല്ലാവരും ഒരു പിടി ചാരമാവും എന്ന് കാണിക്കാൻ വേണ്ടി ശ്മശാന ഭസ്മത്തെ എടുത്ത് തൻ്റെ ഭംഗിയുള്ള സ്വർണ്ണശോഭയുള്ള ശരീരത്തെ മുഴുവൻ മൂടി ഒരു ആനത്തോലും ധരിച്ചിട്ട് കളപ്പുറത്തിങ്ങനെ പോണു. ദിതിയുടെ ഗൃഹമെത്തിയപ്പോൾ പരമശിവൻ നോക്കിയിട്ടൊന്ന് ചിരിച്ചു അത്രേ. ഭാഗവതന്മാർ പറയാറുണ്ട്, ഇതിൽ കണ്ടില്ല. ഭാഗവതന്മാർ പറയും ദിതിയെ നോക്കി പരമശിവൻ ചിരിച്ചു. പരിഹസിച്ച് ചിരിച്ചതുപോലെ കശ്യപനത് മനസ്സിലായി. എന്താ കാരണം? ശ്വഭോജനം ആത്മതയോപലാളിതം. ശ്വാവിനുള്ള, ഒരു ശ്വാനനുള്ള, ഒരു പട്ടിക്കുള്ള, ഒരു നായ്ക്കുള്ള ആഹാരമാണിത് ഈ ശരീരം. നമുക്ക് കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു ശരീരം വെന്തമരുന്നു. അത് ഏകദേശം തീർന്നപ്പോൾ ആ ചൂട് മാറാത്ത മുമ്പ് കത്തിത്തീരാത്ത ഒരു മാംസക്കഷ്ണത്തെ വലിച്ചോടുന്നു ഒരു നായ. അവിടെയുള്ള നായകളൊക്കെ എന്താ തടി, ഈ മാംസവും എല്ലൊക്കെ കഴിച്ച് അവിടെ എങ്ങനെ കഴിഞ്ഞുകൂടും. അപ്പോൾ കേവലം ഒരു നായനുള്ള ഭക്ഷണമാണല്ലോ ഈ ശരീരം. ഈ ശരീരത്തെ ഇത്രമേൽ പ്രേമിക്കുന്നുവല്ലോ എന്ന് നിന്നെ നോക്കി പുച്ഛിക്കുന്നു. അതാ നിന്റെ സോദരിയുടെ ഭർത്താവ് കശ്യപൻ കാണിച്ചു കൊടുത്തു. പക്ഷെ ദിതിക്ക് അതൊന്നും കാമം കൊണ്ട് കണ്ണ് കാണാതായിരിക്കുകയാണ് അല്ലേ. ദേഷ്യം വരണു ദിതിക്ക്. കാമത്തിൻ്റെ ഒപ്പം എന്ത് വരും? ചോദിക്കാതെ എന്ത് വരും? കാമാനുജൻ എന്നാണ് ക്രോധത്തെ ഭാഗവതം പറയുന്നത്. കാമന്റെ സോദരൻ. കാമം എവിടെ പോയാലും കൂടെ വരും. ആര്? ക്രോധം. ക്രോധം മാത്രമല്ല, ആദിയായവരുണ്ട്. കാമാത് ക്രോധോഭിജായതേ ക്രോധോദ്ഭവതി സമ്മോഹാത് സമ്മോഹാത് സ്മൃതി വിഭ്രമാം സ്മൃതിഭ്രംശോ ബുദ്ധിനാശാത് ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് ഭഗവത്ഗീത പറയണു അല്ലേ. കാമം ഒരൊറ്റ ആൾ വന്നാൽ മതി അല്ലേ. നമ്മളുടെ വികാരങ്ങളുടെയൊക്കെ നേതാവാണ് കാമം. ഇവിടെ കാമം എന്ന് പറയുന്നത് നമ്മൾ ഈ പുരുഷാർത്ഥത്തിൽ പറഞ്ഞ ധർമാർത്ഥ കാമങ്ങളിൽ പറഞ്ഞ കാമമല്ല. അത് ധാർമ്മികമായ ആഗ്രഹത്തെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ധർമ്മവുമില്ല, അധാർമികമായ ആഗ്രഹത്തെയാണ് കാമം എന്ന് പറയുന്നു. ആവശ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ പരധാരങ്ങളെ മോഹിക്കുക, പരധനത്തെ ആഗ്രഹിക്കുക, ഇതൊക്കെയാണ് ഇവിടുത്തെ കാമം എന്ന് പറയുന്നത്. കേവലം ഒരു ഫിസിക്കൽ പ്ലഷർ എന്നുള്ള അർത്ഥം മാത്രമല്ല, ഈ സകല അധാർമികമായതിനെയും ഈ കാമം എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് അറിവുള്ളവർ നമ്മളോട് പറയാറുണ്ട്, നോക്കൂ കള്ളം കയറിയിട്ടുണ്ട് കേട്ടോ മേലെ. എന്തിനപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇപ്പം എന്ത് കൊണ്ടുപോകാനാ? വീട്ടിൽ കള്ളം കയറി വന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കും. അതുപോലെ അതിനേക്കാൾ ഭയപ്പെടണം നമ്മുടെ ശരീരത്തിൽ ആര് കയറിയിരിക്കണു? കള്ളൻ. ആ കള്ളന്മാരുടെ പേര് എന്താണെന്നറിയോ? കാമക്രോധശ്ച ലോഭശ്ച. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, ഡംബ്, അസൂയ, ഇതൊക്കെ കള്ളന്മാരാണ്. ഈ കള്ളന്മാർ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കണു. എന്തിനാ അപ്പോൾ ഇവർ കയറിയിരിക്കണത്? നമ്മുടെ ശരീരത്തിലുള്ള ജ്ഞാനസ്വരൂപമായിട്ടുള്ള ആത്മവസ്തുവിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ ജ്ഞാനത്തെ അപഹരിക്കാൻ, ജ്ഞാനരത്നാപഹാരായ, അതിനു വേണ്ടി കയറിക്കൂടിയതാണ് ഈ കള്ളന്മാർ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? തസ്മാത് ജാഗ്രത ജാഗ്രത. നിങ്ങൾ ജാഗ്രത ആയിട്ടിരിക്കും, അലേർട്ടായിട്ടിരിക്കും. ആ കള്ളന്മാർ ഇത് എടുത്തുകൊണ്ട് പോവും. അതുവരെ അല്ലെങ്കിൽ പിന്നെ ഈ ലൗകികതയുടെ ചളിക്കുണ്ടിലേക്ക് വീഴ്ത്തപ്പെട്ടത് തന്നെ. പിന്നെ ഒരു സംശയമില്ല. ഈ ജനന മരണ ചക്രത്തിൽപ്പെട്ട് എത്രയോ കാലമായി വന്നുകൊണ്ടിരിക്കുന്നു. ഈച്ചയായും പട്ടിയായും പൂച്ചയായും ഒക്കെ എത്രയോ ലക്ഷത്തിൽ പരം മനുഷ്യേതര ജന്മങ്ങൾ ലഭിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യജന്മമാണിത്. ഇതിനെ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കണം? ഇതൊക്കെ ഉപദേശിച്ചിട്ടും കാമം കൊണ്ട് കണ്ണ് കാണാണ്ടായ മോഹപരവശയായ ദിതിക്ക് ഇതൊന്നും ചെവിയിൽ കയറിയില്ല. അദ്ദേഹം ഉപദേശിച്ചിട്ട് പോവാനായി സ്നാനം ചെയ്യാൻ പോവാൻ വേണ്ടി തിരിഞ്ഞതും ഭർത്താവിൻ്റെ ഉത്തരീയത്തിൽ പിടിച്ചൊരു വലി കൊടുത്തു. ആര്? ദിതി. സൈവം സംവിദിതേ ഭർത്താ മന്മദോന്മതിതേന്ദ്രിയ ജഗ്രാഹവാസോ ബ്രഹ്മർഷിയർ വൃഷളീവ ഗതത്രപാഹ. കാമം കൊണ്ട് കണ്ണു കാണാണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതല്ലേ ഇപ്പോൾ ആധുനിക സമൂഹത്തിലൊക്കെ ഈ ഇത്തരത്തിലുള്ള വികാരങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒന്നും നേടണ്ടെന്ന് പറഞ്ഞല്ലേ.
കാമുകിയുടെ വിവാഹമാണ്, അപ്പോൾ ജീവിക്കാൻ സമ്മതിക്കില്ല, മുഖത്ത് ആസിഡ് ഒഴിക്കണു. പിന്നെ റീസെൻ്റ്ലി നമ്മൾ കണ്ടുവരുന്ന വാർത്ത, വിഷം കൊടുത്തു കൊല്ലുന്നു. ഇത്രയൊക്കെ ചെയ്യുന്നു. അത് കാമം ഇങ്ങനെ ക്രോധമായി, ലോഭമായി, മോഹമായി, മതമായി, മത്സര്യമായിട്ട് നമ്മുടെ ബുദ്ധിയെ തന്നെ നശിപ്പിച്ച് കളയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ്, തടുത്തതാണ്. പിന്നെയും ഇത് നടക്കണമെങ്കിൽ കശ്യപന് തോന്നി ഇത് ഭഗവാന്റെ പ്രേരണ തന്നെ, മറ്റൊന്നുമല്ല എന്ന് മനസ്സിലായി. ദിതിയുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുത്തു. ദിതിയെ പ്രാപിച്ചു. അതിനുശേഷം സ്നാനം ചെയ്യാൻ പോയി. പിന്നീട് സന്ധ്യാവന്ദനാദികളിൽ അദ്ദേഹം ഏർപ്പെട്ടു. സന്ധ്യാവന്ദനം കഴിഞ്ഞ് കശ്യപ പ്രജാപതി തിരിച്ചു വന്നപ്പോഴാണ് ദിതിക്ക് തോന്നി ഇത് വേണ്ടിയിരുന്നില്ലല്ലോ എന്ന് തോന്നി. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ ചെയ്തിട്ട് ഇരുന്ന് ചിലപ്പോൾ പശ്ചാത്തപിക്കുന്നവരാണ്. പശ്ചാത്തപിക്കാത്ത ചില കൂട്ടരുണ്ട്, അവരുടെ കാര്യം ഇവിടെ നമുക്ക് പറയാൻ സമയമില്ല. അങ്ങനെ പശ്ചാത്തപിച്ചു ദിതി. ഇനി ഞാൻ എന്തു ചെയ്യും? ഭഗവാൻ ശിവനടക്കം നോക്കി ഒരു വാർണിംഗ് തന്നിട്ട് പോയതാണ്. എന്നിട്ടും ഞാൻ ഈ കർമ്മങ്ങൾക്ക് കൂട്ടുനിന്നല്ലോ. ഭഗവാന്റെ താപത്താൽ, ഭഗവാന്റെ ശാപത്താൽ എൻ്റെ ഗർഭം നശിക്കരുതേ എന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഗർഭം നശിക്കുകയൊന്നുമില്ല, പക്ഷേ നീ ഇതിൻ്റെ പരിണതഫലം അനുഭവിക്കും. നിനക്കുണ്ടാകുന്ന പുത്രന്മാർ ഈ ലോകം മുഴുവൻ നശിപ്പിക്കും, ബ്രാഹ്മണരെ വധിക്കും, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, ഈ ലോകത്ത് സർവനാശങ്ങളും അഴിച്ചുവിടും എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ ദിതി കരയാൻ തുടങ്ങി. എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഭക്തിയും പശ്ചാത്താപവും കൊണ്ട് അവിടെ ഇരുന്ന് വിഷമിച്ചപ്പോൾ തോന്നി, സാരമില്ല, ഇവൾക്ക് പശ്ചാത്താപമുണ്ടല്ലോ എന്ന് പറഞ്ഞു. കശ്യപ പ്രജാപതി പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇതൊക്കെ ഭഗവൻ നിയോഗമാണ്. നിനക്ക് പിറക്കുന്ന ഈ മക്കളുടെ ഈ ചെയ്തികൾ കൊണ്ട് ഭഗവാൻ തന്നെ അവരെ കൈകാര്യം ചെയ്തോളും, ഭഗവാൻ തന്നെ അവർക്ക് മുക്തി കൊടുത്തോളും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദിതിക്ക് അല്പം ആശ്വാസമായി. മാത്രമല്ല പിന്നൊരു ഓഫറും കൂടി കൊടുത്തു. നിന്റെ പുത്രൻ്റെ പുത്രൻ, നിന്റെ പൗത്രൻ, ആ കുലത്തിന് മുഴുവൻ, സർവ്വകുലങ്ങളെയും നന്മയിലേക്ക് നയിക്കുന്ന, എല്ലാവരും എപ്പോഴും അനുസന്ധാനം ചെയ്യുന്ന, ഭഗവാന്റെ ഒപ്പം തന്നെ പേര് എഴുതാൻ പറ്റുന്ന ഒരാൾ, ഭഗവത് യശസാസമം എന്ന് പറയാം. ഭഗവാന്റെ പേരിൻ്റെ ഒപ്പം ചേർത്ത് എഴുതും ആരുടെ പേര്? ഭക്തൻ്റെ പേര്. ഭക്ത പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ നിന്റെ പൗത്രനായി ജനിക്കും. ഇത്രയൊക്കെ കേട്ടപ്പോൾ ദിതിക്ക് താൻ ചെയ്ത അപരാധത്തിൽ പശ്ചാത്താപവും ചെയ്തപ്പോൾ ഒത്തിരി സമാധാനമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഗർഭം ഇങ്ങനെ ആ നിറവിൽ വന്നു. പക്ഷേ പുറത്തു വരാൻ, ഗർഭത്തെ പുറത്തേക്ക് വിടാൻ ദിതിക്ക് പോലും തോന്നിയില്ല. കാരണം ഈ ലോകം മുഴുവൻ നശിപ്പിക്കുന്ന രണ്ട് പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ലോകത്ത് പതുക്കെ പതുക്കെ ഈ പ്രപഞ്ചത്തിൽ ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, ദേവന്മാരൊക്കെ, ദിവ് എന്ന് പറഞ്ഞ ശബ്ദം തന്നെ പ്രകാശം, ഈ പ്രകാശം വിതരണം ചെയ്യുന്ന സമയത്ത് ഈ ഇരുട്ട്, ഈ അജ്ഞത എങ്ങനെ കയറി വരുമെന്ന് അവർക്ക് മനസ്സിലാവില്ല. അവർ ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയി ചോദിച്ചു, എന്താ ഈ അജ്ഞതയ്ക്കുള്ള കാരണം, ഇരുട്ടിനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ദിതിയുടെ ഗർഭമാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഈ കാര്യകാരണ ബന്ധം ചോദിച്ചപ്പോഴാണ് ജയവിജയന്മാരുടെ കഥ, ഒരു ഉപാഖ്യാനം ബ്രഹ്മാവ് ദേവകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് വിസ്തരിച്ച് നോക്കാൻ സമയമില്ല. നമുക്കറിയാം, വിഷ്ണു പാർഷദന്മാരായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ തന്നെ മാനസപുത്രന്മാരായിട്ടുള്ള രണ്ട് പേരാണ്, ഒന്ന് ജയനും മറ്റൊന്ന് വിജയനും. അങ്ങനെ കഴിഞ്ഞിരിക്കുന്ന കാലത്ത് നമുക്കറിയാം, വൈകുണ്ഠം എന്ന ദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ വികുണ്ഠതകളില്ല, അല്ലേ? ഭേദബുദ്ധിയില്ല, ഒന്നിനെയും ഇങ്ങനെ ഭേദിച്ച് മനസ്സിലാക്കുന്നില്ല. അദ്വൈതത്തിൻ്റെ ഭാവമാണ്. വൈകുണ്ഠ വർണ്ണന തന്നെ ഒരു 12ഓളം ശ്ലോകത്തിൽ കൊടുത്തിട്ടുണ്ട്. സനകാദി മഹർഷിമാർ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന സമയത്ത് ആ വികുണ്ഠതയില്ലാത്ത ദേശം, ഒന്നും ഭിന്നിച്ച് കാണാത്ത, എല്ലാം അദ്വൈത രൂപത്തിൽ കാണുന്ന ആ ദേശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ വേണം? അവിടെ ഭേദബുദ്ധി ഉണ്ടായ എന്താ സംഭവിക്കുക? താഴെ വരും, നിപതിക്കും, താഴെ പതിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഈ ജയവിജയന്മാർ ഭഗവാനെ, യജമാനനായിട്ടുള്ള ഭഗവാനെ ഇങ്ങനെ ശുശ്രൂഷിച്ച് വിഷ്ണു പാർഷദന്മാരായിട്ട് കഴിഞ്ഞുകൊണ്ട് വരുന്ന കാലഘട്ടത്തിൽ സനകസനദ്ദാദികൾ ഭഗവാനെ ഒന്ന് കാണാനായിട്ട്, അവർക്ക് എവിടെയും ഭഗവാനെ കാണാം, പക്ഷെ ഭഗവാന്റെ നിയോഗമാണ്. കാരണം ചില ഭേദബുദ്ധികളുണ്ടെങ്കിൽ, നമുക്ക് അപക്വതയുണ്ടെങ്കിൽ പക്വതപ്പെടുത്തുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഗാർഡിയൻസിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന മഹാശക്തിയുടെ ഉത്തരവാദിത്വമാണ്. പക്വതയില്ലാത്തവരെ പല പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും പിടിച്ച് പക്വതപ്പെടുത്തുന്നു. ഭക്തനാണെന്ന് മനസ്സിലായ ഭഗവാൻ ഒന്ന് പിടിക്കും, എന്നിട്ട് സകല പരീക്ഷണങ്ങളിലൂടെയും കടത്തിവിട്ട് ഭഗവാൻ സ്വന്തമാക്കും നമ്മളെ. അങ്ങനെയല്ലേ ചെയ്യാം? അപ്പോൾ ജയവിജയന്മാർക്ക് എവിടെയൊക്കെയോ ചില ഭേദബുദ്ധികൾ, അല്ലേ? ലക്ഷ്മി ദേവി ഒരു ദിവസം എവിടെയോ പോയിട്ട് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആരാണ് ചോദിച്ചു അത്രേ. അപ്പം ഞാൻ ലക്ഷ്മിയാണെന്ന് പറഞ്ഞു. ഏത് ലക്ഷ്മി എന്ന് ചോദിച്ചു. ഏത് ലക്ഷ്മിയാണെന്ന് ചോദിച്ചു. മുഖത്ത് നോക്കി ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം. തൻ്റെ യജമാനൻ്റെ, താൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ, തങ്ങൾ ആരാധിക്കുന്ന ഭഗവാന്റെ വാമഭാഗം വന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ പെരുമാറിയെന്നുണ്ടെങ്കിൽ അവിടെ ഇവർക്ക് എന്തൊക്കെ അപക്വത
അവിടെ കാണുന്നുണ്ട് എന്ന് മനസ്സിലായി. ഭഗവാനായിട്ടൊന്നും പറയാൻ പോയില്ല. ലക്ഷ്മി ദേവി പോയി കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞു ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ നിങ്ങളുടെ പാർഷദന്മാർ ഇങ്ങനെ എന്നോട് പെരുമാറി എന്നുള്ളതാണ്, പോയി ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇപ്പം പോയി ചോദിക്കാൻ പറ്റില്ല, ചോദിച്ചാൽ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഞാൻ പോയി ചോദിച്ചു, വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, ഞാൻ അവരെ അപമാനിച്ചു എന്ന് അവർക്ക് തോന്നരുതല്ലോ, അവരും എൻ്റെ ഭക്തന്മാർ, ഇതൊക്കെ ഉടനെ സമയം പോലെ എല്ലാം ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞു അത്രേ. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ആര് വന്നത്? സനക സനന്ദാദികൾ വന്നു. ഭഗവാനെ കാണണം എന്ന് പറഞ്ഞു നിന്നപ്പോൾ അവരെ തടുത്തു. വേഷപ്രച്ഛന്നരായിട്ട് വന്നു എന്ന് ഒരു ദിക്കിൽ പറയുന്നുണ്ട്. പക്ഷെ അവരെ തടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അസുരയോനിയിൽ ജനിക്കട്ടെ. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞത് ആരാണ്? ഞങ്ങൾ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഞങ്ങളെ ഭഗവത് ദർശനത്തിന് തടഞ്ഞ നിങ്ങൾ അസുരന്മാരായിട്ട് 3 വർഷം അല്ലെ 3 ജന്മങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ഇനി രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദന്തവക്ത്രനായിട്ട് 3 ജന്മങ്ങൾ നിങ്ങൾ പോയി ജനിക്കട്ടെ, അസുരന്മാരായിട്ട് ഭവിക്കട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ടതും വിഷമായി അവർക്ക്. ഈ ശബ്ദങ്ങളൊക്കെ കണ്ട് ഭഗവാൻ അവിടെ നിന്ന് വന്നു. നോക്കിയപ്പോഴുണ്ട് തൻ്റെ പാർഷദന്മാരെ സനകാദികൾ ശപിക്കുന്ന ആ ഒരു രംഗമാണ് കണ്ടത്. ഭഗവാൻ ഓർത്തു ശരിയാണ്, ഇവർക്ക് ലക്ഷ്മി പറഞ്ഞതേ ഉള്ളൂ അല്ലേ, ഭഗവാന്റെ പാർഷദന്മാരെ എങ്ങനെയാണ് ശപിക്കുക, അതിന് ഭഗവാന് വിഷമാണ്. സനകാദികളിലൂടെ അത് സാധിച്ചു അവരെ പക്വമതികളാക്കാൻ വേണ്ടി. എന്നിട്ടും ബ്രാഹ്മണന്മാരോടുള്ള പരമകാരുണികം നിമിത്തം, ഭക്തന്മാരോടുള്ള പരമകാരുണിക നിമിത്തം ഭഗവാൻ പറഞ്ഞു ഞാൻ വന്ന് അവതരിക്കും, അവരെ വീണ്ടും എൻ്റെ അടുക്കലേക്ക് വരുത്തുവാൻ എന്നുള്ളതാണ്. അതാണ് ഭഗവാൻ. ഭക്തനാണ് ശ്രേഷ്ഠൻ എന്ന് വിചാരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളതാണ്. അങ്ങനെ ഇവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപവുമായിട്ട് ആദ്യ ജന്മം നമ്മുടെ ദിതിയുടെ ഗർഭത്തിൽ, ഇതാണ് ഈ പ്രപഞ്ചത്തിൽ ഇരുട്ട് വ്യാപരിച്ചിരിക്കുന്നത് എന്ന് ബ്രഹ്മാവ് ദൈവാദികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ദേവന്മാർക്ക് എപ്പോഴും ടെൻഷനാണ്. എന്തെങ്കിലും ചെറുത് കാണുമ്പോൾ തങ്ങളുടെ സ്ഥാനം തട്ടിയെടുക്കാൻ വന്ന ആരെങ്കിലും തപസ് ചെയ്താൽ അവർക്ക് ടെൻഷനാണ്. കാരണം എന്താ? ഇന്ദ്രാദികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഓരോ ലോകവിഷയങ്ങളിൽ പോയി പെട്ട് ഭ്രമിച്ചുകൊണ്ടേയിരിക്കും, മായക്കടിമപ്പെട്ട് വിഷമിച്ചുകൊണ്ടേയിരിക്കും. എത്ര തല്ലുകൊണ്ടാലും നല്ല അടികിട്ടിയെന്ന് വിചാരിക്കുക, മായയിൽ പെട്ട് വലഞ്ഞ് ഈ ബന്ധനത്തിലൊക്കെ പെട്ട് കുടുങ്ങി നല്ല അടികിട്ടി കരഞ്ഞ് ഇനി ഞാൻ ഭഗവത് ഭക്തൻ മാത്രം, ഇനി തിരിഞ്ഞു നോട്ടമില്ല എന്നൊക്കെ തീരുമാനം എടുത്തിട്ട് വരും. അത് കഴിഞ്ഞ് ഈ മായ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ കുറച്ച് മധുരം ഇട്ട് തരുന്നതാണ്. ആ അല്പമധുരത്തിൽ, ആ അല്പസുഖത്തിൽ ഭ്രമിച്ച് വീണ്ടും എവിടേക്ക് പോകും? തിരിച്ച് ഈ വേദനകളൊക്കെ മറന്ന് വീണ്ടും മായയിൽ ചെന്ന് ചാടും. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചക്രത്തിലിട്ട് നമ്മളെ കറക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഭഗവാൻ എന്നാണ് പറയണത്. അപ്പോൾ ഭഗവാൻ ഭക്തരിലുള്ള പ്രേമ നിമിത്തം ഭഗവാൻ അവതരിക്കുകയാണ്. ഇപ്പം യജ്ഞവരാഹമൂർത്തിയായിട്ട് അവതരിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹിരണ്യാക്ഷനെ വധിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ ഹിരണ്യാക്ഷൻ ഭൂമിയെ തന്നെ രസാതലത്തിലേക്ക് കൊണ്ടുപോയി, മാത്രമല്ല സ്വർഗത്തിൽ പോയി ദേവേന്ദ്രാദികളെയൊക്കെ നോക്കി. അപ്പോൾ ഇദ്ദേഹം വരണോന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇന്ദ്രാദികളൊക്കെ അവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് നല്ലതാണ് അല്ലേ? സ്വർഗത്തിൽ സകല ഭോഗങ്ങളും അനുഭവിച്ചിരിക്കുമ്പോൾ ഭഗവാനെ വിസ്മരിക്കും. എൻ മുഹൂർത്തം ക്ഷണമഭിവാസുദേവോ ന ചിന്തയേതെന്നാണ് പറയുക. എപ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവണത്? ഭഗവാനെ വിസ്മരിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവണത്. അത് തിരിച്ചറിയാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുരജന്മങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഭൂമിയിൽ അസുരന്മാരൊക്കെ വർദ്ധിച്ചു വരികയാണ്. നമുക്ക് തന്നെ അറിയാം, കലിയുഗം, അയ്യോ കഷ്ടം എന്തൊക്കെയാ സംഭവിക്കണം നമ്മൾ തന്നെ പറയും. നമുക്ക് ഭീകരമായിട്ട് തോന്നും. ആരാ ഈ തമോ ഗുണത്തെ അഴിച്ചുവിടുന്നത്? ഭഗവാൻ തന്നെയാണ്. ഭഗവാന് തമോ ഗുണത്തെ ശക്തിപ്പെടുത്തണം എന്ന് തോന്നിയപ്പോൾ തമോ ഗുണത്തെ അഴിച്ചുവിട്ടു. അപ്പോൾ അസുരന്മാരൊക്കെ ധാരാളം ഉണ്ടായി. അവർ നമ്മളെല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. നമുക്കിതൊക്കെ കണ്ടപ്പോൾ ഭീകരമായിട്ട് തോന്നി. അടുത്തത് സംഹാരത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ രുദ്രനായിട്ട് ശിവനായിട്ട് അവതരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഇത് ഉണ്ടാവുന്നത് എന്നാണ് പറയണത്. അപ്പോൾ ഒക്കെ ഭഗവാന്റെ ലീലയായിട്ട് മനസ്സിലാക്കിയ യഥാർത്ഥ ഭക്തന് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഹിരണ്യാക്ഷൻ വരുമ്പോഴത്തേക്കും എല്ലാവരും ഓടി. ആരോട് താൻ യുദ്ധം ചെയ്യും? യുദ്ധം ചെയ്യാൻ ഇങ്ങനെ വ്യഗ്രതയായിട്ട് വരികയാണ്, ഗതയൊക്കെ ധരിച്ചുകൊണ്ട്. കടലിനെയൊക്കെ ഇളക്കി മറിച്ച് സുനാമി തിരകൾ ഉണ്ടാക്കിയിട്ട് വരികയാണ്. വരുണദേവൻ ഹിരണ്യാക്ഷൻ വരണമെന്ന് കണ്ടപ്പോൾ തന്നെ ഉടനെ നാമം ജപിക്കാനായിട്ടിരുന്നു. അവിടെ അങ്ങോട്ട് ഇരുന്ന് ഭഗവാനെ സ്മരിച്ചു. കാരണം ഈ നാമം ജപിക്കുമ്പോൾ, സാധന ചെയ്യുമ്പോൾ ഒരാളും, അന്ന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ നിയമങ്ങളെ അസുരനായാലും ദേവനായാലും അംഗീകരിച്ചിരുന്നു. അപ്പോൾ എന്താ ചെയ്യണേ? വരുണ എൻ്റെ ഒപ്പം യുദ്ധത്തിന് വരണോ ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ ജപിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് യുദ്ധം ചെയ്യാനായിട്ടുള്ള ഒരാളെ സംഘടിപ്പിച്ച് തരൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ആ ഒരു ഭാവത്തെ കൊടുക്കുന്നത്, ആ അഡ്രസ്സ് കൊടുക്കണേ, ഈ പരമാത്മാവിനോട് നീ യുദ്ധം ചെയ്താലും എന്ന്
പറയുകയാണ് വരുണൻ. ഈ വരുണദേവൻ പറഞ്ഞതിനനുസരിച്ച്, നാരദ മഹർഷി കാണിച്ചു കൊടുത്തതിനനുസരിച്ച് ഈ യജ്ഞം വരാഹമൂർത്തിയുടെ അടുക്കിലേക്ക് ചെയ്യാണ്. അപ്പം ആരോടാണ് ഈ യുദ്ധം ചെയ്യാൻ പറഞ്ഞത്? നാരായണനോടാണ്, പരമാത്മാവിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പരമാത്മാവിനെ ഇവിടെ കാണാൻ സാധിച്ചില്ലല്ലോ. പകരം ഭൂമിയെ തൻ്റെ തേറ്റമേൽ പൊക്കിക്കൊണ്ടുവരുന്ന ആരെയാ കണ്ടത്? ഭീകരനായൊരു വരാഹത്തെയാണ് മുന്നിൽ ആര് കണ്ടത്? നമ്മുടെ ഹിരണ്യാക്ഷൻ കണ്ടത്. ഹിരണ്യാക്ഷൻ കണ്ടതും ഇപ്പം മേൽപ്പുത്തൂര് നാരായണ ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട്, ആരണ്യോയം മൃഗയതി, ഒരു കാട്ടുപന്നിയാണല്ലോ ഇത്. നമ്മൾ പറയുമോ ഇങ്ങനെ? നമ്മുടെ അപ്പുറത്തുള്ള പന്നിക്കുട്ടികളെയൊക്കെ നമ്മുടെ കൃഷി നശിപ്പിക്കാൻ വരുമ്പോൾ, നമ്മുടെ സ്ഥലത്ത് വന്ന് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ അതിനെ അസഭ്യം പറയാറുണ്ട് ഇല്ലേ? ഈ പന്നിയാണതൊക്കെ കാണിച്ചു വെച്ചത് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഭഗവാൻ ഇങ്ങനെ അവതരിച്ചത്? പന്നിയുടെ പ്രത്യേകത എന്താ? സൂകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഭൂമിയിലെ സകല വൃത്തിഹീനമായിട്ടുള്ള വസ്തുക്കളെയും ഭക്ഷിച്ച് ഭൂമിയെ ശുദ്ധീകരിക്കുന്ന ഒരു സങ്കല്പമാണ്. അതില്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം വൃത്തിഹീനമാവുമായിരുന്നു നമ്മുടെ ചുറ്റുപാടുകളും. പന്നിയാണ് ഇതൊക്കെ ഭക്ഷിച്ച് ശുദ്ധീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയോട് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇപ്പം നമ്മുടെ കുട്ടിയുണ്ടായി, നമുക്കൊരു കുഞ്ഞു പിറന്നു, ആ കുഞ്ഞിൻ്റെ കൂടെ അമ്മമാർ മലമൂത്രങ്ങൾ നിറഞ്ഞ ശയ്യയിൽ എത്ര കാലം കിടക്കുക അല്ലേ? മാതൃപഞ്ചകത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ അതിനെ സ്തുതിക്കുന്നത് പോലെ ഉണ്ട് അല്ലേ? ശയ്യാജ സംവത്സരി എന്ന് പറയുന്നുണ്ടല്ലേ, മലമൂത്രങ്ങൾ നിറഞ്ഞ ശയ്യയിൽ. ഏതെങ്കിലും അമ്മ അയ്യേ ഇതെന്തൊരു വൃത്തികേട്, ഇതെന്തൊരു അറപ്പാണ് വെറുപ്പാണെന്നൊക്കെ തോന്നി കുഞ്ഞിനെ ഉപേക്ഷിക്കാറുണ്ടോ? ഒരു മഹാത്മാവ് ഒരു അമ്മയോട് ചോദിച്ചു അത്ര, അയ്യോ ഈ കുട്ടി അപ്പിട്ടു അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരമ്മയോട് പറഞ്ഞു, അയ്യേ ഇതൊക്കെ ഒന്ന് മാറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്ന മറുപടി എന്താ അറിയോ? ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്, ഇങ്ങനെ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട്, ഇവൻ്റെ ഈ ചേഷ്ടകൾ കാണാൻ വേണ്ടിയിട്ട്, ഈ കളികൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം. ഇതൊന്നും എനിക്ക് ഒരു അശുദ്ധിയായിട്ടും വെറുപ്പായിട്ടും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ ശുദ്ധീകരിച്ചു. അതുപോലെ ഭൂമി മാതാവിനോടുള്ള ഏറ്റവും ഇഷ്ടം, പ്രിയം കാണിക്കുവാൻ ഒരു രൂപമാണ് വരാഹം, സൂകരം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ വന്ന് അവതരിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭൂമിയെ തൻ്റെ തേറ്റമേലിങ്ങനെ പൊന്തിച്ചു കൊണ്ട് പോകുമ്പോൾ ഹിരണ്യാക്ഷൻ ഈ വരാഹമൂർത്തിയെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സഭ്യമല്ലാത്ത പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും കുലുങ്ങിയില്ല ആര്? ഈ വരാഹമൂർത്തി. യോഗ്യന്മാരങ്ങനെയാണ്, പലതും പറയും, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ ഒരു സിംഹത്തെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. മാത്രമല്ല ഭഗവാന്റെ ഒരു പ്രതിജ്ഞയുണ്ട്, നമ്മൾ മറന്നോ? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ആദ്യം എന്താണ്? പരിത്രാണായ സാധൂനാം, സജ്ജനങ്ങളെ സംരക്ഷിക്കലാണ് ആരുടെ ലക്ഷ്യം? ഭൂമിദേവിയാണ്. ഈ തേറ്റമേൽ, ഈ മൂക്കിൻ്റെ പുറത്ത് ആരാ ഇരിക്കണത്? ഭൂമിയാണ് ഇരിക്കണത്. അപ്പോൾ ഈ ഹിരണ്യാക്ഷൻ പറയുന്ന വാക്കുകൾക്ക് മറുപടി പറയാൻ പോയാൽ ഭൂമി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വീഴും. ഭൂമിയെ യഥാസ്ഥാനം പ്രതിഷ്ഠിച്ച ശേഷം ഞാൻ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പരിത്രാണായ സാധൂനം, അതിനുശേഷം വിനാശായ ച ദുഷ്കൃതാം, ഹിരണ്യാക്ഷൻ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ ഭൂമിയെ യഥാസ്ഥാനം പ്രതിഷ്ഠിച്ച ശേഷം, അതിൻ്റെ സന്തുലിതാവസ്ഥയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയ ശേഷം വരാഹമൂർത്തി തിരിഞ്ഞ് ആരുടെ കൂടെ എടുത്തു വന്നു? ഹിരണ്യാക്ഷൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ഹിരണ്യാക്ഷൻ പറഞ്ഞതൊക്കെ ശരിയെന്ന് സമ്മതിക്കുകയാണ്. ഹിരണ്യാക്ഷൻ എന്തൊക്കെയാ വിളിച്ചത്? കാട്ടുപന്നിയാണെന്ന് വിളിച്ചു അല്ലേ? സത്യം വയംഭോ വനഗോചരോ മൃഗ യുഷ്ടദ്വിതാൻ മൃഗയെ ഗ്രാമസിംഹാന്ന മൃത്യുപാശൈഹി പ്രതിമുക്തസ്യ വീര വികദ്ധനം തവ ഗൃണന്ധ്യഭദ്ര. ഇത് ഭഗവാൻ പറയുന്നതാണ്. നീ പറയണതൊക്കെ, നീ വിളിച്ച വാക്കുകളൊക്കെ സത്യം തന്നെയാണ്. നോക്കൂ, ഏതൊരു ജന്മത്തിലും 3 ജന്മങ്ങളിൽ അസുരന്മാരായി ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ അറിയാം. ഏറെ നമ്മൾ ലാളിക്കുന്ന രാമായണത്തിൽ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി ശിംശപാവൃക്ഷ ചുവട്ടിലിരുത്തിയിട്ട് അഴകിയ രാവണൻ ചമഞ്ഞ് എന്നും പ്രേമാഭ്യർത്ഥനയായിട്ട് വരൂലേ? ആ സമയത്തൊക്കെ രാമനെക്കുറിച്ച് ചീത്ത വിളിക്കാറുണ്ട്. പക്ഷേ ഈ ചീത്ത വിളിക്കില്ലെന്ന് നമ്മൾ പറയല്ലേ ഉള്ളൂ. അതിൻ്റെ അർത്ഥതലം പരിശോധിച്ച് കഴിഞ്ഞാൽ സംരംഭയോഗം എന്നതിൽ പറയും. വിപരീത ഭാവഭക്തി. ഭഗവാൻ ജയവിജയന്മാർക്ക് കൊടുത്ത അനുഗ്രഹമേ ഇതാണ്. നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവും, പക്ഷേ എങ്ങനത്തെ ഭക്തിയായിരിക്കും? വിപരീത ഭക്തിയായിരിക്കും. ക്രോധം മൂലം നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും അടുത്ത് ഞാൻ കിട്ടുന്ന നിമിഷം നിങ്ങൾ എൻ്റേതായിട്ട് മാറും. ആ ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ എന്നെ വിപരീത ഭാവത്തിൽ, വിദ്വേഷഭാവത്തിൽ ഭജിക്കും. അപ്പം രാവണൻ പറയുന്നതൊക്കെ ചീത്ത വിളികളായിട്ട് അവിടെയുള്ളവർക്കും വായിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാകുമെങ്കിലും അതിൻ്റെ ആന്തരികമായ അർത്ഥം, ഹേ സീത നീ ആരെയാണ്
രാമനെ പാർത്തിരുന്നത് ഇനി മതി, അവന് ശ്വാക്കളും ഗോക്കളും ഒക്കുമേ. അവന് നായെന്നില്ല, ചണ്ടാളനെന്നില്ല, പശു എന്നില്ല, ഇതൊക്കെ സമാനമായിട്ടാണ് അവൻ കാണുന്നത്. പിന്നെയോ ഭവതിയെയും ഒരു ശബരതരുണയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ എന്നാണ് പറയണത്. അപ്പോൾ നിന്നെയും ശബരിയുടെ ഉച്ഛിഷ്ടം വാങ്ങി അതിപ്രിയമായി കഴിച്ച കഥ എല്ലാവരും പാടി നടക്കണു. ഇനി നീ എന്തിനാണ് രാമനെ കാത്തിരിക്കുന്നത്, എൻ്റെ രാജ്ഞിയായിട്ട് മാറിയാലും എന്നൊക്കെ രാവണൻ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവേണ്ടത് അവിടെ വെച്ചിരിക്കുന്ന വാക്കുകൾ, നമ്മളുടെ ഋഷി പരമ്പര അവിടെ വെച്ചിരിക്കുന്ന വാക്കുകൾ ആത്മനാ പാർത്തു കണ്ടാൽ, ആത്മാരാമനായിട്ടിരിക്കുന്ന ഭഗവാന് സ്ത്രീ എന്നോ പുരുഷനെന്നോ കാലമെന്നോ ദേശം ഇതിനൊന്നും വ്യത്യാസമില്ല, ഒരു ഭേദബുദ്ധിയും ഇല്ലാതെ നമ്മളെയൊക്കെ ഭഗവാൻ സൂര്യൻ എപ്രകാരമാണോ പ്രകാശം എല്ലാ ദിക്കിലേക്കും പകരുന്നത്, അതുപോലെ നമ്മളെയൊക്കെ നോക്കി നമ്മളാകുന്ന പ്രജകളെ പരിപാലിക്കുന്ന ഭഗവാൻ, ഈ ഭഗവാനെ സ്തുതിക്കുകയാണ്. നിന്ദിക്കുന്നു എന്ന് തോന്നും അല്ലേ? ഭഗവാനെ സ്തുതിക്കുകയാണ്. കുംഭകർണനാണെങ്കിലും രാവണനാണെങ്കിലും ഇപ്പോൾ ഹിരണ്യാക്ഷനാണെങ്കിലും ഹിരണ്യകശിപ കാട്ടുപന്നിയാണല്ലോ എന്നൊക്കെ വിളിച്ചു, പന്നി എന്ന് വിളിച്ചു, വരാഹം എന്ന് വിളിച്ചു എന്നൊക്കെ പറയുമ്പോഴും ആ മനസ്സാകുന്ന ഭൂമിക അടിയിലേക്ക് താണു പോയിരിക്കുന്നു. അതിനെ ആർക്കേ ഉദ്ധരിക്കാൻ സാധിക്കുകയുള്ളൂ? വരാഹരൂപത്തിൽ വന്നാലേ ഉദ്ധരിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ മനസ്സ് ഈ ലൗകിക വിഷയങ്ങളിലൊക്കെ പെട്ട് താന്നു പോയി, മനസ്സാകുന്ന ഭൂമിക. അതുപോലെ സൃഷ്ടി നടത്തിയപ്പോൾ ബ്രഹ്മാവിനൊന്നും തന്നെ അറിയണില്ല, പല പല സങ്കല്പങ്ങളായിട്ട് ഇങ്ങനെ പോയി എന്ന് പറയുന്നു. ചിന്താധീനനായ അദ്ദേഹത്തെ ശ്രദ്ധാലുവാക്കിയത് ഭഗവാൻ തന്നെയാണ്. അപ്പം മനസ്സിനെ ഉദ്ധരേത് ആത്മനാത്മാനാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ വരാഹമൂർത്തിയായിട്ട്, യജ്ഞവരാഹമൂർത്തിയായിട്ട് സങ്കല്പിച്ചേ മതിയാവൂ എന്നുള്ള ആ ഭാവനയിലാണ് ഭഗവാൻ ഈ രൂപം ധരിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ഈ പറഞ്ഞ ഹിരണ്യാക്ഷനെ തന്നെ സുദർശനം കൊണ്ട് വധിച്ചു. സുദർശനം ഇപ്പം നമ്മൾ തോന്നും കൊന്നു, ഭഗവാൻ ആ അസുരനെ വധിച്ചു, നിഗ്രഹിച്ചു അല്ലേ? ഭഗവാൻ പറയുന്നുണ്ട് നിമിത്തമാത്രം ഭവസവ്യസാജിൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? അർജുന, നിന്റെ അസ്ത്രം, നീ ഒരു അസ്ത്രം പ്രയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവരുടെ എല്ലാവരുടെയും ആയുസ്സിനെ ഞാൻ നേരത്തെ അപഹരിച്ചു കളഞ്ഞു, ഇവരെല്ലാവരുടെയും ആയുസ് ഞാൻ അപഹരിച്ചു കളഞ്ഞു, വെറും ഒരു ജഡം മാത്രമാണ്, നീ ഒന്ന് അസ്ത്രമെയ്യുകയേ വേണ്ടൂ എന്ന് പറഞ്ഞ പോലെ സകലത്തിനും കാരണഭൂതനായി കാരണസൂക്കരായ തേ നമ എന്ന് ഋഷിമുനിമാർ പ്രാർത്ഥിക്കുന്നത് പോലെ സമ്യക് ദർശനമുണ്ടാകുവാൻ സുദർശനം, തൻ്റെ സുദർശനം കൊണ്ടാണ് വധിച്ചത് ഹിരണ്യാക്ഷനെ. അപ്പം നമുക്കൊക്കെ സമഭാവന ഉണ്ടാകുവാൻ, സച്ചിന്തകൾ ഉണ്ടാകുവാൻ വേണ്ടി നമുക്കൊരു പാഠമായി, അല്ലാതെ വധിച്ചു എന്നുള്ള അർത്ഥമൊന്നും പ്രത്യക്ഷത്തിലില്ല. നമ്മളെ ശുദ്ധീകരിച്ചു, ഭൂമിയെ വരാഹം എങ്ങനെ ശുദ്ധീകരിക്കുന്നുവോ അതുപോലെ നമ്മളെയും നമ്മുടെ ഉള്ളിലുള്ള ഈ ദുർവിചാരണകളെയൊക്കെ ശുദ്ധീകരിക്കുന്ന യജ്ഞവരാഹമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പം ഞാൻ കൂടുതൽ സമയമെടുത്തു, അടുത്ത വിഷയത്തിനുള്ള സമയമായി. അപ്പോൾ ഈ യജ്ഞവരാഹമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സാകുന്ന ഭൂമികയെ എന്നും ഭഗവാന്റെ ആ തേറ്റമേൽ ഉയർത്തി നിൽക്കുന്ന ആ ഭാവത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി സാക്ഷാൽ മള്ളിയൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ളൊരു അരങ്ങിൽ പരമഹംസ പദവിയിലേക്ക് എത്തിയ മഹാമനുഷ്യയുടെ മള്ളിയൂർ മുത്തശ്ശൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ഇങ്ങനെയൊരു പ്രഭാഷണവേദി സജ്ജമാക്കിയതിൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് ശ്രീമാൻ സമാദരണീയനായിട്ടുള്ള ദിവാകരൻ തിരുമേനി, അതുപോലെ പരമേശ്വരൻ തിരുമേനി, എല്ലാവരെയും എല്ലാ സജ്ജനങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.